This video is powered by MyG Future. Experience the next. ധ്യാൻ ശ്രീനിവാസൻ. As always. എനിക്ക് നെഞ്ചൊക്കെ വേദന എടുക്കുന്നു. ചോദിക്ക് ഇംഗ്ലീഷിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ട്. Because I'm professional, you know. അപ്പൊ ഇതൊന്നും ആയിരുന്നില്ല. പോടാ. എന്താടാ? Hey, you didn't know me. You didn't know me. Politicsൽ ഇറങ്ങാൻ താല്പര്യം. Pass. Have you thought about it? നമുക്ക് റെസ്പെക്ട് ഇല്ല. How did you get Nayanthara's date? Why not? എവിടെയോ എന്തോ ഒരു തകരാറ്. എത്രയോ പേര് ഒരു സിനിമ നോടിയാ മതി. പ്രൊഡ്യൂസർ ആയിരിക്കും. അല്ല അല്ല. Imagine I'm Nayanthara. I cannot imagine you as Nayanthara. അവളുടെ ഒരു ഭാര്യാരം അവൾ എന്താണ് അവളെ വിചാരം വലിയ മറ്റവളാണ്. മതി. Hello guys, welcome to a brand new episode of Pearly Mani Show. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വളരെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് നമ്മുടെ കമന്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു പേരാണ് the one and only ധ്യാൻ ശ്രീനിവാസൻ. Let's welcome him to MyG Presents Pearly Mani Show. Dhyan Srinivasan, a name that's now synonymous with effortless humor, raw honesty, and cinematic versatility. Son of the legendary Srinivasan, he didn't just walk in his father's footsteps. He carved a brand new path with bold choices, quirky roles, and stories that tug at heart and tickle the funny bone. From his powerful debut in Tira to creating cult favorites like Kunyiramayanam, Adikappiyare Kootamani, and the recent Varshangalku Shesham. He has worn many hats: actor, writer, director, and created a lot of love, action, and drama in the life of his audience. He's not just a part of Malayalam cinema, he's shaping it with his own flavor of fearless storytelling. Let's welcome Dhyan Srinivasan to Pearly Mani Show. Hello guys, welcome to MyG Presents Pearly Mani Show. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. അതായത് ഈ ഷോ തുടങ്ങി അന്ന് തൊട്ട് എൻ്റെ കമന്റ് ബോക്സ് നിറയെ കാണുന്ന ഒരു പേരാണ് ഫൈനലി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. None other than the one and only, the master of masters, Dhyan Srinivasan. Thank you. How are you, Dhyan? Good. You're looking nice today. As always. അതാണ് Unusual ആയിട്ട് you are also looking good. Thank you. എന്തുപറ്റി സാരി? What do you mean by unusual? അല്ല This is not. I'm always. ഇത് ഷിഫോണിന്റെ സാരിയാണോ? ഇത് ക്രേപ്പ്. ക്രേപ്പ് ആണല്ലേ? ഇതൊക്കെ അറിയാല്ലേ? ആ സാരിനെ കുറിച്ച് അറിയാമോ? സാരി ഏത് ജനറേഷനിലെ സാരി ഉണ്ടായെന്ന് അറിയാമോ? ഏതായിരുന്നു? 1900. സാരി ഉണ്ടായത് അതൊന്നും സ്റ്റൈലിസ്റ്റിന് അറിയായിരിക്കുമല്ലോ. അവനറിയത്തില്ല. അവനല്ല ഈ സാരി ഉണ്ടായത് എന്താന്ന് പോലും അവനറിഞ്ഞൂടാ. ഞാൻ നമ്മളിപ്പോ ഷിഫോണ്, ജോർജറ്റ് ഇതൊക്കെ ഡ്രേപ്പ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. അതാണ് ക്രേപ്പ് എന്ന് പറയുന്നത്. ഡ്രേപ്പ് ചെയ്യാൻ എളുപ്പമുണ്ട്. സാരി സംസ്കൃതത്തിൽ നിന്നുണ്ടായതാ. ഷാട്ടിക്ക എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് സാരി എന്ന് പറയുന്ന ഇതുണ്ടാവുന്നത്. That means women's attire, Shatika. It was way back in Indus Valley civilization, 2800 BC ലൊക്കെയാണ് സാരി ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. എനിക്ക് നെഞ്ചൊക്കെ വേദന എടുക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനത്തെ ധ്യാനേ അല്ല. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്. I met you during ഒരു ഷൂട്ടില്. ഏതാന്ന് ഇവിടെ പറയാൻ പറ്റില്ല because it's a secret. Of course നമ്മൾ പടം കാണുമ്പോൾ ഇതെല്ലാം അറിയില്ലേ? പറയണം. ആണോ? പറയണം. ഡെഫിനറ്റ്ലി പറയണം. സോഫിയ മാം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അത് ഇടയിൽ പറയാം, പിന്നെ പറയാം. അപ്പൊ എന്തായാലും വൺസ് അഗൈൻ വെൽക്കം ധ്യാൻ. എങ്ങനെ what do you feel like എന്റെ മുമ്പിൽ എന്താ എന്റെ ഷോയിൽ ഇത്രയും നാൾ വരാത്തെ? Why did you come on my show till now? എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. എന്താടാ സത്യം പറയാൻ എനിക്ക് പേടിയായിരുന്നു. ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഇല്ലേ വെളി സ്വിറ്റ്സർലാൻഡിലാണ്, വെളി ജർമ്മനിയിലാണ്, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പ്രഗ്നൻസിയിലേ കുറെ ചിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്യാത്ത. ഇപ്പൊ പ്രഗ്നൻസി മൂഡ് സ്വിങ്സ് മാത്രം. അതുകൊണ്ട് പെർഫെക്റ്റ് കാൻഡിഡേറ്റ്. മക്കളെവിടെ? മക്കളെവിടെ? കണ്ടന്റ് എടുക്കാൻ അവര് ഈ ഷോയിൽ അധികം അവരെ ഞാൻ കൊണ്ടുവരാറില്ല. ബിക്കോസ് എനിക്ക് പിന്നെ നിങ്ങളെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അവരുടെ പറയുന്നത് ഞാൻ ഏതോ ഷോയില് കമലാസിന്റെ മടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും. അത് ആ ഷോയിന്റെ ആൾക്കാര് ഞങ്ങളുടെ അടുത്ത് ഇറങ്ങി ഒരു പൂ കൊടുക്കാൻ അവളെ കൊണ്ടുവരാവോ, അങ്ങനെ വി ബ്രോട്ട് ഹർ ഓൺ സ്റ്റേജ്. പക്ഷെ കമലാസിന്റെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ എപ്പിസോഡ് കണ്ടില്ല.
ഇങ്ങനെ സ്നിപ്പറ്റ്സ് പോലെ പല അതല്ല എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ? കമലഹാസനേക്കാളും ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്ത് എനിക്ക്. കമലഹാസന് പോലും ഇത്രയും ഒരു കോൺഫിഡൻസ് ഇല്ല. നമുക്ക് പിന്നെ ഞാനൊരു സത്യം ചോദിക്കട്ടെ, നേരിട്ട് കാണുമ്പോൾ യു ആർ ലിറ്ററലി ഗ്ലോയിങ്, ലൈക് സ്കിന്നൊക്കെ ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്? എന്താണ് ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം സ്കിൻ കെയർ ഒന്നുമില്ല, കുളിക്കാറ് പോലും ഇല്ല. പ്ലീസ് ഡോണ്ട് ആസ്ക്. എനിക്ക് എന്താ ധ്യാൻ, ഐ ഹാവ് നെവർ സീൻ യു ബിഫോർ. നമ്മൾ ഒരുമിച്ച്, പക്ഷെ ധ്യാന്റെ ഇന്റർവ്യൂസിൽ നമ്മൾ എത്ര തവണ കണ്ടിട്ടുണ്ട് പേളി? എവിടെ കണ്ടിരിക്കണേ? നമ്മൾ ഐഫൊക്കെ കണ്ട ഓർമ്മയുണ്ട്. ഐഫൊക്കെ എവിടെ? ബാക്ക് സ്റ്റേജിൽ കണ്ടിട്ട് വി നെവർ സിറ്റ് ആൻഡ് ടോക്ക് ലൈക്ക് ദിസ്. നോ നോ നോ, ബാക്ക് സ്റ്റേജിലല്ല നമ്മൾ കണ്ടത്. ഞാൻ പറയാം, that was 10 years back. അപ്പൊ ഞാൻ കണ്ട പേളി എന്ന് അറിയാമോ? ഒരു നാണം കുണുങ്ങിയായിട്ടുള്ള, ഞാൻ ഇപ്പോഴും നോർമലാ, ഒതുങ്ങി മാറി നിൽക്കുന്ന ഒരു. because I'm professional, you know. അപ്പൊ ഇതൊന്നും ആയിരുന്നില്ല, യൂട്യൂബ് ചാനലില്ല, ആർക്കും അറിയില്ല. ആർക്കും അറിയില്ലെന്നോ? അന്ന് ആർക്കും അറിയില്ല. അറിയാമോ? എനിക്ക് തന്നെ എന്നെ അറിഞ്ഞൂടെ. ഇത്രയും നല്ല മനസ്സിന്റെ ഉടമ വരുന്നവരും എല്ലാം വന്നിരുന്ന കാലൊക്കെ കേട്ടിരിക്കുന്നുണ്ട്, ഫോർമാലിറ്റി എല്ലാം കളഞ്ഞു. പിന്നെ നമ്മൾ കണ്ടത് ഒരു ദിവസം എയർപോർട്ടിൽ വെച്ച് കണ്ട്, യു ആർ ഗോയിങ് ടു ശബരിമല. അല്ലല്ല, അന്ന് മാല ഇട്ടിരിക്കുക. അല്ലല്ല, ഞാൻ ജീവിതത്തിൽ ശബരിമലക്ക് പോയിട്ടില്ല. അല്ല, ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടിരുന്നപ്പോ ഞാൻ വിചാരിച്ചു അത് ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിടാൻ മറന്നു പോയതായിരിക്കും. അല്ല ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ black and black and no chappal. I thought you were going to Shabarimala. അല്ലല്ല, അന്ന് നമ്മള് ചെന്നൈ ഫ്ലൈറ്റ് 2019 ലവ് ആക്ഷൻ ഇതിന് മുന്നേ. അതൊന്നും പേളി ആയിട്ടില്ല. ഇനി എന്നാണോ ആവാൻ പോകുന്നത്? ഇതോടെ ആവുമായിരിക്കും. നീ ഇപ്പൊ ആയിരിക്കണടി. ചോദിക്കും ഇംഗ്ലീഷിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. You really go for the questions. ഞാൻ ചുമ്മാ ആണ് ഇന്ന് ക്വസ്റ്റ്യൻസ് ചെയ്തത്, ബിക്കോസ് എനിക്കറിയാം ഇത് ഇങ്ങോട്ടൊന്നും വരത്തില്ല. നമ്മള് ക്വസ്റ്റ്യൻ പടി പോവാണെങ്കിൽ ഐ വാണ്ട് ആസ്ക് യു, ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ബി ശ്രീനിവാസൻ സാറിന്റെ പോലത്തെ ഒരു മകൻ? ശ്രീനിവാസൻ സാറിനെ പോലത്തെ ഒരു മകനോ? പോലത്തെ ഒരാളുടെ മകൻ, ലൈക്ക് യു നോ, ഗ്രോയിങ് അപ്പ് വിത്ത് സച്ച് എ ലെജൻഡ്, റൈറ്റ്? അപ്പം ഹൗ ഡിഡ് ഫീൽ ലൈക്ക് അദ്ദേഹത്തിന്റെ മകനായി ജനിക്കുകയും ആ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ വളരുകയും സിനിമയുടെ അടുത്തിടപഴകി സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇതൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ വളർന്നത്. സോ ഹൗ വാസ് യുവർ ചൈൽഡ്ഹുഡ് മെമ്മറി ഗ്രോയിങ് അപ്പ്? നമ്മുടെ ഇന്റർവ്യൂസ് കണ്ടിട്ടുള്ള we go really deep into the brain. Pass. Nobody's ever said that to me. Pass and all. നമ്മള് പുള്ളിനെ കാണുന്ന സമയം തൊട്ടിട്ട് പുള്ളി വലിയ എന്തോ ഒരു സംഭവമാണ്. അപ്പൊ വി സീ ഹിം വൺസ് ഇൻ എ വൈൽ, ബിക്കോസ് ആ സമയത്തൊക്കെ പുള്ളി യൂസ് ബിസി ഷൂട്ടിങ്, അല്ലെങ്കിൽ ഒരു വൺസ് ഇൻ 6 months ഒക്കെയാണ് നമ്മൾ പുള്ളിനെ കാണുന്നതൊക്കെ. അപ്പോൾ നമുക്കെപ്പോഴും ശ്രീനിവാസൻ നടൻ, സംവിധായകൻ, എഴുത്തുകാരൻ, പിന്നെയാണ് നമുക്ക് അച്ഛൻ. ഓക്കെ, അപ്പം വി സീം വിത്ത് ലോട്ട് ഓഫ് റെസ്പെക്ട്. അല്ലെങ്കിൽ പുള്ളിനെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ദൂരം മാറി നിൽക്കുക, അല്ലെങ്കിൽ പുള്ളി വന്നിട്ട് മോനെ എന്തുണ്ട് സുഖമല്ലേ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫോർമാലിറ്റി, അല്ലെങ്കിൽ അച്ഛൻ മകൻ അങ്ങനത്തെ ഒരു സാധനമൊന്നും ഇല്ല. സോ പുള്ളി വരുമ്പം തന്നെ നാട്ടിൽ എപ്പോഴും കുറേ ആൾക്കാരുണ്ടാവും. പുള്ളി വരുന്ന ദിവസം ഇറ്റ്സ് ലൈക്ക് എ സെലിബ്രേഷൻ. ലോട്ട് ഓഫ് പീപ്പിൾ കം, ഹിസ് ഫ്രണ്ട്സ് കം ആൻഡ് ദേ ഹാവ് ദിസ് വലിയ പാർട്ടി ആൻഡ് അന്നത്തെ ചുറ്റുകളി പരിപാടി. എക്സാക്ട്ലി. അപ്പൊ പുള്ളി നാട്ടിലേക്ക് വരുമ്പോ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്തങ്ങോട്ട് ഇടപഴകാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായത് ദാറ്റ് വാസ് വെൻ വി ഷിഫ്റ്റഡ് ടു ചെന്നൈ. ഈ ചെന്നൈയിൽ വന്ന സമയത്താണ് നമ്മളൊരു ഫ്ലാറ്റിലൊക്കെ ആയ സമയത്ത് നമുക്ക് സമയം കിട്ടി ഒരുമിച്ച് ചെലവഴിക്കാൻ. ആ സമയത്ത് ഒരു കുറച്ചധികം നേരം പുള്ളിയുടെ ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ കിട്ടിയപ്പോൾ ഒരു ബോണ്ടിങ് ഉണ്ടായി. അത് അധികകാലം നീണ്ടില്ല, പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു കുറച്ച് കാലയളവ് നിന്നു ഒരു സൗഹൃദമൊക്കെ. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു ടൈമില് ശ്രീനി അങ്കിൾ പറഞ്ഞു തന്ന കാര്യങ്ങളിൽ ഏറ്റവും മനസ്സിൽ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവല്ലോ. ഓബ്വിയസ്ലി
ഇപ്പൊ എല്ലാ പാരന്റ്സും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ലൈഫ് ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ജീവിക്കണം, ആരെയും ഹേർട്ട് ചെയ്യരുത് എന്നൊക്കെ കുറച്ച് ബേസിക്സ് ആണ്. അതിൽ ഏറ്റവും മനസ്സിൽ കൊണ്ടൊരു കാര്യം എന്താണ് അച്ഛൻ പറഞ്ഞു തന്നെ? അല്ല, അങ്ങനെ ഒരു കാര്യം പുള്ളി പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്നേ വരെ എൻ്റെ അടുത്തോ എൻ്റെ ചേട്ടൻ്റെ അടുത്തോ ഇന്നേ വരെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അഡ്വൈസ് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇന്നത്തെ തന്നിട്ട് കാര്യമില്ല എന്ന് വെച്ചാൽ മേ ബി അങ്ങനെ ആവാം. പിന്നെ പുള്ളി ആര് പറഞ്ഞാൽ കേട്ടിട്ട് ജീവിച്ച് വളർന്ന ഒരാളോ അല്ലെങ്കിൽ ആളല്ല. പുള്ളിയുടെ ഫാദർ പുള്ളിനെ ഉപദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരം ഉപദേശങ്ങളൊന്നും പുള്ളി കേട്ടിരുന്നുമില്ല. അതുകൊണ്ടാണ് പുള്ളി എവിടെ വരെ എത്തിയോ എന്താണ് ജീവിതത്തിലായതൊക്കെ പുള്ളിയുടെ സ്വന്തമായ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും പുള്ളിയുടെ അനുഭവങ്ങളിൽ നിന്ന് പുള്ളി പഠിച്ച കാര്യങ്ങൾ അതിൽ നിന്ന് പഠിച്ചു അങ്ങനെ എക്സ്പീരിയൻസിൽ നിന്ന് വളർന്ന ആളാണ്. അപ്പോൾ പുള്ളി നമ്മളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ കഥകളൊക്കെ തന്നെ പലരുടെയും ലൈഫും അവരുടെ ജീവിതവും അവരുടെ വീഴ്ചകളും അവരുടെ തിരിച്ചറിവും പല ആൾക്കാരെക്കുറിച്ചും പല മനുഷ്യന്മാരുടെ കുറിച്ചും നിങ്ങൾ ഈ സൊസൈറ്റിയിൽ പലതരത്തിലുള്ള ആൾക്കാരെ കാണും. അത് പുള്ളി പല കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പം നമ്മൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലായിക്കൊള്ളുക, ഓക്കെ ഇങ്ങനെ മോറൽ ഓഫ് ദി സ്റ്റോറി, അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ പലതരത്തിലുള്ള ആൾക്കാരെ കാണും. അത്തരം ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ അതിനെ ഡീൽ ചെയ്യാൻ പഠിക്കുക. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നന്നായി ജീവിച്ചാൽ അല്ലെങ്കിൽ നന്നായി പഠിച്ചാൽ, പിന്നെ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ നമ്മൾ അതത് സമയത്ത് അതത് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഗുണമുണ്ടാവും. നിങ്ങൾക്ക് ഗുണമുണ്ടായാൽ നിങ്ങൾ ലൈഫിൽ നന്നായി ജീവിക്കും. അപ്പോൾ പുള്ളി ബേസിക്കലി നമ്മളോട് ഇതെന്ന് വെച്ചാൽ പുള്ളി ഒറ്റ കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഒരു പ്രൈമറി അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ, ഒരു ഡിഗ്രി ഹോൾഡ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടം എന്താണോ വോട്ടെവർ അതിനെ പുള്ളി സപ്പോർട്ട് ചെയ്യും. അതിന് നമ്മളെ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ and you're here, let's give a big round of applause to Dhyan, because you know what Dhyan, I'll tell you something. I beg to differ, because ഒരാളുടെ സക്സസ് അളക്കുന്നത് പല രീതിയിലായിരിക്കാം. Dhyan, you're one of the most loved celebrities in Malayalam film industry, as far as I know. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. മോസ്റ്റ് ലവ്ഡ് എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾക്കൊരു സക്സസ്ഫുൾ ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, ഹി ക്യാൻ എക്സെൽ ഇൻ ഹിസ് കരിയർ, ഇൻ whatever. പക്ഷേ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറുക എന്ന് പറയുന്നത് is not easy, and you are loved as you are in your real life, so that's why I wanted to give a big round. So അങ്ങനെ നോക്കുമ്പോൾ I think Srini uncle has done a brilliant job ഇത്രയും നല്ലൊരു മകനെ വളർത്തുകയും. because ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ I'm feeling so happy. You make people feel so friendly, family wise. You're such a down to earth person, so real, and I think that is your biggest quality. So once again ഒരു നല്ല കൈയടി കൊടുക്കണം. because ഈ ഷോ തുടങ്ങിയപ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ധ്യാനെ കൊണ്ടുപോകാതെ. why are they saying that? ചുമ്മാ അങ്ങനെ ആൾക്കാർ ധ്യാനെ കൊണ്ടുപോകാം. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുക. ധ്യാന്റെ സിനിമയിലൂടെയും ധ്യാന്റെ ഇന്റർവ്യൂസ് ആണ് ആൾക്കാർ കൂടുതൽ, ബിക്കോസ് ധ്യാൻ എന്ന വ്യക്തിയാണ് ആൾക്കാർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. പോളിറ്റിക്സിൽ ഇറങ്ങാൻ താല്പര്യം ഉണ്ട്. why not? നമ്മൾ എന്തും ചെയ്യും. have you thought about it? ഇല്ല, ബിക്കോസ് അതിൽ ലൈക്കബിലിറ്റി എന്നൊരു സാധനം ഭയങ്കരമായിട്ടുണ്ട്. അല്ല, അത് വേറൊരു ലോകമല്ലേ. നമ്മൾ അതുമായിട്ട് അല്ല, ഇതിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളായിട്ട് അച്ഛനോടുള്ള ഇഷ്ടം, നമുക്ക് ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു നടൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ആൾക്കാർ സ്വന്തം വീട്ടിലുള്ള ഒരാളെ പോലെയാണ് കണ്ടിരുന്നതൊക്കെ എപ്പോഴും. ലൈക്ക് ഈസ് വെരി ക്ലോസ് ടു ഹാർട്ട് പലരുടെയും ജീവിതത്തിൽ എല്ലാവർക്കും. കാരണം ഡേ ടു ഡേ അവർ കാണുന്ന സിനിമകളും അല്ലെങ്കിൽ അച്ഛൻ എഴുതിയ സിനിമകളായിക്കോട്ടെ, ആൾക്കാരെ ഭയങ്കരമായിട്ട് പണ്ടത്തെ വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ കുടുംബ ചിത്രങ്ങളൊക്കെ അച്ഛൻ്റെ സിനിമകളാണ്. അപ്പം നമ്മൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ നമുക്ക് ആ ഒരു സ്നേഹം അന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആസ് ശ്രീനിവാസൻ സൺ. അതിനുശേഷം സിനിമയിൽ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ ചേട്ടൻ്റെ സിനിമയിലാണ്, തിരയിലാണ് വരുന്നത്. അപ്പം എനിക്കന്ന് സിനിമ എന്താണെന്നറിയില്ല. സിനിമയിൽ ഇന്നും എനിക്ക് സിനിമയിൽ എന്താവണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അല്ലെങ്കിൽ സിനിമയിൽ എന്ത് ചെയ്യണം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. ഞാൻ കൂടുതലായിട്ട് ആസ് എ ടെക്നീഷ്യൻ അറിയപ്പെടണം അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആവണം എന്നുള്ള രീതിയിലാണ് ഞാൻ തുടക്കകാലത്തൊക്കെ ചിന്തിച്ചിരുന്നത്. സിനിമയിൽ വന്നതിന് ശേഷം പെട്ടെന്നാണ് ഇങ്ങനൊരു ഇഷ്ടമൊക്കെ ആൾക്കാർക്ക് നമ്മളോട് ലൈക്ക് ഓഫ് സ്ക്രീൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലൂടെ. അത് ഒരിക്കലും പ്രീ പ്ലാൻഡ് ഒന്നുമല്ല. നമ്മൾ എന്താണോ നമ്മൾ വന്ന് ഇറ്റ് ഹാപ്പൻഡ്. അതൊരു നാച്ചുറലായിട്ട് വന്നു, അങ്ങനെ ഒരു ഇഷ്ടം വന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ആ ഒരു ഇഷ്ടം കിട്ടാനാണ് ഏറ്റവും പാട്.
ആ ഒരു ഇഷ്ടം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയ ബാഗേജും കൂടിയാണ്. കാരണം പിന്നെ കാരണം പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പോൾ പെളിക്ക് തന്നെ അതുണ്ടാവും, പെളിനെ ഇതേപോലെ ഓഫ് സ്ക്രീൻ ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അപ്പം നമ്മൾ എന്താണ് നമ്മുടെ സ്വഭാവം ഇതൊന്നും അവർക്ക് അറിയില്ല. അപ്പം എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ചിരിക്കാൻ അറിയില്ല, എനിക്ക് അവരോട് ഇടപഴകാനൊക്കെ എനിക്കൊരു സഭാകമ്പം ഉണ്ട്. ആക്ച്വലി ഐ എം കംഫർട്ടബിൾ ഹിയർ. ഒരു 10 ആൾക്കാരുടെ ഇടയിൽ എനിക്ക് ഓക്കെ. അതായത് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരെ വീട്ടിലൊരാളാണ് ഞാൻ. അവർ വന്നിട്ട് ധ്യാനേ വാ എന്താണ് കഴിയുമ്പോഴൊക്കെ എനിക്ക് ഐ ഫീൽ അൺകംഫർട്ടബിൾ അറ്റ് ടൈംസ്. പക്ഷെ നമുക്കത് കാണിക്കാനുള്ളത് ഇതില്ല. ബിക്കോസ് അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവരെ അറിയില്ല, അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം. അവരെന്നെ എല്ലാ ദിവസവും രാത്രി ഇരുന്നും വീട്ടിലും പകലും കാണുന്ന ഒരാളാണ്. അപ്പോൾ അവർ തോളത്ത് കൈയിടുമ്പോഴും അല്ലെങ്കിൽ അവർ നമ്മളെ അടുത്ത് ചേർത്ത് നിർത്തുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അവരുടെ ഏറ്റവും അടുത്തൊരാളെ പോലെയാണ് അവരത് കാണുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എനിക്ക് അടുത്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും ഞാൻ ഓഫ് സ്ക്രീൻ അഭിനയിക്കാതെ ഞാൻ പലപ്പോഴും പല ദിവസങ്ങളൊക്കെ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്, ചിരിച്ചും അല്ലെങ്കിൽ അതൊക്കെ അത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ല. എന്റെ കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ എനിക്ക് നമ്മൾ വളരെ റിയൽ അല്ലാത്ത രീതിയിൽ നമ്മൾ ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ പല വിഷമം എന്തെങ്കിലുമൊക്കെ ബിക്കോസ് പീപ്പിൾ ലവ് മീ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടമാണ്. സിനിമകൾ കണ്ടിട്ട് പോലുമല്ല, ഓഫ് സ്ക്രീൻ ആ ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പോകുന്ന സമയത്തൊക്കെ എയർപോർട്ടിലൊക്കെ പോകുന്ന ചേട്ടാ ചടിച്ചിട്ട് പോകാന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. ഒരു വലിയ നടൻ അല്ലെങ്കിൽ ഇവിടെ ഒരു ലാലേട്ടൻ വന്നാലോ മമ്മൂക്ക വന്നാലോ ഒന്നും ആൾക്കാരെ ഇങ്ങനെ പോയി സംസാരിക്കാനോ അടുത്ത് പോയി ഫോട്ടോ എടുക്കാനോ ഉണ്ട്. നമുക്ക് റെസ്പെക്ട് ഇല്ല. ഭയങ്കര സ്നേഹമാണ്, മനസ്സിലായില്ലേ? അപ്പൊ ധ്യാനേ എന്നുള്ള വിളി എന്ന് പറയുന്നത് എവിടുന്നൊക്കെ, ഞാൻ സ്വിറ്റ്സർലാൻഡിലെ മലമുകളിൽ ഞാൻ ഈ വിളി കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ചെന്നാലും ഒരു മലയാളി ഉള്ളതെന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിന്റെ മലമുകളിലൊക്കെ അപ്പൊ നമ്മൾ പെട്ടെന്ന് ഈ വിളി കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്കിവനെ അറിയാമോ, അല്ലെങ്കിൽ ഇവൻ എന്നെ പരിചയമുണ്ടോ? ഒന്നുമില്ല. അപ്പം ഞാൻ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം ഞാൻ ചെന്നൈക്ക് പോകാനിരിക്കുന്ന സമയത്ത് ഞാൻ എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു വയസ്സായ ഒരു സ്ത്രീ, ഒരു പ്രായമുള്ള സ്ത്രീ, അവർക്കൊരു 75-80 വയസ്സോളം പ്രായമുണ്ടാവും, പ്രിറ്റി ഓൾഡ്. അപ്പോൾ ഞാൻ മറ്റേ അവിടുത്തെ കോഫി ഷോപ്പിൽ, മറ്റേ എയർപോർട്ടിലുള്ളൊരു കോഫി ഷോപ്പിൽ തിരിഞ്ഞ് നിന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ വന്നിട്ട് എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ മോനെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇരുന്നോന്ന് പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം എന്നെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ഡൽഹിക്ക് മകനെ കാണാൻ വേണ്ടി പോകാൻ. ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കാണാറുണ്ടെന്ന് പറയുന്നത് നമുക്കറിയാം, സിനിമയൊന്നും അവർ അടുത്ത കാലത്ത് തിയേറ്ററിലൊന്നും പോയിട്ടില്ല, പ്രത്യേകിച്ച് നമ്മുടെ സിനിമ കണ്ടിട്ട് ഇൻ്റർവ്യൂ ആയിരിക്കും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ എൻ്റെ ഇൻ്റർവ്യൂ പ്രത്യേകിച്ച് 75+ ഒരാൾ ഇരുന്ന് കാണുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ 1 വർഷം മുന്നേ ഹസ്ബൻഡ് മരിച്ചു, മകൻ്റെ അടുത്ത് പോയി നിൽക്കാനൊന്നും അധികം ഇഷ്ടമില്ല, ഞാൻ വീട്ടിൽ നമ്മുടെ നാടൊക്കെ അല്ലേ നമുക്ക് ഇഷ്ടം, അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുക. എത്രയോ വർഷത്തെ പ്രണയമൊക്കെ ആയിരുന്നു. ഇവരിങ്ങനെ കഥ പറഞ്ഞു. അപ്പം ഭർത്താവ് മരിച്ചിട്ട് ഒരു ദിവസം വീട്ടിൽ എന്ത് ചെയ്യണം, ഭയങ്കര ഒറ്റപ്പെടൽ, ഒരു ലോൺലിനെസ് ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ഒരു ദിവസം രാത്രി ഉറക്കമില്ലാതെ 12 മണിക്ക് അടുക്കളയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് നടന്ന് നീങ്ങിയപ്പോൾ ജോലിക്കാർ എന്തോ കണ്ടിട്ട് അവൾ അട്ടഹസിക്കുന്നു, ചിരിക്കുന്നു. ഇവളെ രാത്രി കാലങ്ങളിൽ ഇവൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുന്ന കണ്ടിട്ട് ഞാൻ ഇവളോട് ചോദിച്ചു, നീ എന്ത് കണ്ടിട്ടാ മോളെ ഇത് ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശ്രീനിവാസൻ ഒരു മോനുണ്ട്. അപ്പൊ ശ്രീനിവാസനെ അറിയാം, ഓക്കെ, അച്ഛനെ അറിയാം. അപ്പൊ അച്ഛൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ശ്രീനിവാസൻ ഒരു മോനുണ്ട്, പുള്ളി ഭയങ്കര തമാശയാ, അമ്മ ഒന്ന് കണ്ടോക്ക്, വെറുതെ ഇരുന്ന് രാത്രിയൊക്കെ കാണാം, പുള്ളി വീട്ടുകാരെ പറ്റിയിട്ടും കുടുംബക്കാരൊക്കെ പറ്റിയിട്ടൊക്കെ കുറ്റം പറഞ്ഞൊക്കെ ഭയങ്കര രസമാണ് അതൊക്കെ പറഞ്ഞിട്ട് ഈ ജോലിക്കാരി പറഞ്ഞിട്ട് ഈ രാത്രി 11-12 മണിയോ സമയത്തൊക്കെ ഈ അമ്മ ഇരുന്ന് ഇത് കുത്തിയിരുന്ന് കാണും അത്രേ. അവരെൻ്റെ ഇന്റർവ്യൂവിലുള്ള കഥകൾ എന്നോട് പറഞ്ഞു തരാം. എന്നിട്ട് അവരെന്നോട് പറയാ, എൻ്റെ ആ ഭർത്താവ് മരിച്ച ആ 3-4 മാസം ഞാൻ കഴിഞ്ഞു കൂട്ടിയത് മോൻ്റെ ഈ പറയുന്ന ഈ രഹസ്യങ്ങളും തമാശകളൊക്കെ കേട്ടിട്ടാണ്. അപ്പം ഞാനില്ലേ ഇത്രമാത്രം വലിയൊരു മനുഷ്യൻ നമ്മൾ പെട്ടെന്ന്. അപ്പോൾ നമ്മൾ പറയുന്ന ചെറിയ കുഞ്ഞു കാര്യങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞു സംഭവങ്ങളൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തുമാത്രം ഇമ്പാക്റ്റ്. നമ്മളിതൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ, നമ്മളിതൊന്നും പറയുന്നതും ചിരിപ്പിക്കാൻ, നമ്മൾ ആക്ച്വലി ചിരിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യണം? ഒന്നും ചെയ്യുന്നില്ല. ഞാൻ വീഴുന്നിട്ട് എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ആൾക്കാരെ പറ്റി കുറ്റം പറയാം ആക്ച്വലി. ഓക്കെ, നമ്മൾ മറ്റേ പറയില്ലേ ബിച്ചിങ് എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടിയാണ്. പക്ഷെ നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ആൾക്കാരും നമുക്ക് ബന്ധമുള്ള ആൾക്കാരെ പറ്റി നമുക്കത് പറയാം, ബിക്കോസ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി പറയുന്ന കഥകളാണ് പലരും ആസ്വദിക്കുന്നതും പലരും ഇഷ്ടപ്പെടുന്നതും ചിരിക്കുന്നതൊക്കെ. അപ്പോൾ
ഒരാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ തോതിലെങ്കിലും അവരുടെ മനസ്സിലോ മുഖത്തോ ഒരു ചിരി ഉണ്ടാക്കാൻ പറ്റുന്നത് വലിയ കാര്യമല്ലേ. അപ്പോൾ ഞാൻ ചിന്തിച്ചു തുടങ്ങി എത്ര ആൾക്കാർ എത്രമാത്രം സ്ട്രെസ്ഡാണ് ഈ ലോകത്ത്, എത്ര ആൾക്കാർ. അപ്പം ഞാൻ ചില സ്ഥാനത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് കഴിഞ്ഞ ദിവസം എന്നെ ഇതേപോലൊരു ചേച്ചി മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്താണ്, പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഭയങ്കര ഇതിലാണ്, കരിയറിലൊക്കെ ഭയങ്കര ഇതാണ്, നിൻ്റെ ഇൻ്റർവ്യൂ കാണും ചിരിക്കും, നീ നിർത്തരുത് മോനെ ഇൻ്റർവ്യൂ. ഞാൻ ചോദിച്ചു ചേച്ചി എന്താ ചേച്ചിയുടെ പ്രശ്നം എന്താ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആകെപ്പാടെ പരാജയപ്പെട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്ക് പരാജയമാണ്, എനിക്ക് ഈ ചാനലിൽ നിന്ന് ആ ചാനലിൽ നിന്ന് എല്ലാം പോയി എനിക്കൊന്നും. ഞാൻ പറഞ്ഞു ചേച്ചി ഏറ്റവും പരാജയപ്പെട്ട് നിൽക്കുന്ന ഞാനല്ലേ. ചേച്ചി എന്നെ കുറിച്ച് ആലോചിച്ച് നോക്കൂ, എത്ര സിനിമകൾ പൊട്ടി, എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലിനെ കുറിച്ച് ചിന്തിച്ച് നോക്കൂ. എന്തിനാ അപ്പൊ ചേച്ചി ശരിയാണല്ലോ, പിന്നെ നീ എങ്ങനെയാണോ ഇങ്ങനെ സന്തോഷമായിരിക്കുന്നതെന്ന് സാധിക്കുന്നുണ്ടാ, നിനക്കൊന്ന് കരഞ്ഞൂടെ എന്നുള്ള രീതിയിൽ അവസാനം എന്നെ കരയിപ്പിക്കാൻ വേണ്ടി ചേച്ചി പിന്നെ നീ എങ്ങനെയാണോ സന്തോഷമായിരിക്കുന്നത്. അപ്പൊ ഈ പരാജയം എന്ന് പറഞ്ഞ പോലെ, കാരണം ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സാധനമാണ് സിനിമയും സ്പോർട്സ് അല്ലെങ്കിൽ രാഷ്ട്രീയം, നേരത്തെ പേളി ചോദിച്ച പോലെ. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പോർട്ട് എടുത്തോട്ടെ, അവൻ 15 ഒരു ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഒരു പ്ലെയർ, ഓക്കെ, ഒരു രോഹിത് ശർമ്മേനെ പോലത്തെ ഒരു പ്ലെയർ, ഇയാൾ വർഷങ്ങളോളം ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് ആ ടീമിന് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ കോച്ചിങ്ങിന് പോയി ഇതായി ഇവിടെ ഒന്നുമില്ലായ്മയെന്ന് വന്ന് അവസാനം ഇന്ത്യൻ ടീമിൽ വരെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അയാൾ 1-2 കളി നന്നായി കളിച്ചില്ലെങ്കിൽ ഈ ഇന്ത്യയിലുള്ള 90% ആൾക്കാരെ അയാളെ കുറ്റം പറയും. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ അത് കേൾക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. കാരണം ഈസ് റെപ്രസെന്റിങ് ഹിസ് കൺട്രി, ഓക്കെ, ഓൺ എ ഇന്റർനാഷണൽ ലെവൽ, ഓക്കെ. അപ്പൊ അദ്ദേഹം അത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്തു തന്നതും നമ്മളെ, അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് വേണ്ടി ഇതിനു വേണ്ടി അച്ചീവ്മെന്റ്സിനെ കുറിച്ചൊന്നും നമ്മൾ ആ പോയിന്റ് ചിന്തിക്കില്ല. പിന്നെ നമ്മൾ അദ്ദേഹം അടുത്തൊരു കളിയിൽ കളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും സെലിബ്രേറ്റ് ചെയ്യും, പിന്നെയും വീണ് പോകുമ്പോൾ പിന്നെയും നമ്മൾ അദ്ദേഹത്തിനെ നമ്മൾ കുറ്റം പറയും. സിനിമയിൽ വരുന്ന സമയത്ത് ഇതിന്റെ വേറൊരു വേർഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ, അപ്പോൾ ആൾക്കാർ നോക്കുന്ന എന്താ, ഇപ്പോൾ പല നടന്മാരെയും അല്ലെങ്കിൽ പല ആൾക്കാരും നമ്മൾ സൂപ്പർ സ്റ്റാർസിനെ അടക്കം ആൾക്കാർ മോക്ക് ചെയ്യുമ്പോഴും കളിയാക്കുമ്പോഴൊക്കെ പരാജയപ്പെടുമ്പോഴൊക്കെ ഇവരൊക്കെ കളിയാക്കും. അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് കംബാക്ക്, നമുക്കറിയാം ഇദ്ദേഹം കംബാക്ക് ചെയ്യും, ഇദ്ദേഹം ഇത് ചെയ്യും. ഇത് സിനിമക്കാർക്കും രാഷ്ട്രീയക്കാർക്കും സ്പോർട്സിലെ ആൾക്കാർക്കും മാത്രം കേൾക്കേണ്ടി വരുന്ന ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇവരെയൊക്കെ ഇഷ്ടമാണ്. ഓക്കെ, ഇവരൊക്കെ ഇഷ്ടമാണ്. കാരണം എൻ്റെ സിനിമ ഓടണേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, എത്രയോ പേര്. മോൻ്റെ സിനിമ ഒന്ന് ഓടിയാൽ മതിയേ അല്ലല്ല, എത്രയോ ആൾക്കാരുണ്ട്, പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറയണേ, ഒരു സ്പോർട്ടിൽ വരുന്ന സമയത്ത് അയാൾ ഇൻഡിവിജ്വൽ ടാലന്റ് വെച്ചിട്ടായിരിക്കും അയാളെ കളിക്കുക. മേ ബി എ ബാഡ് ഡേ, ഒരു ദിവസത്തെ മോശം ദിവസമാണ് അയാൾക്ക് പറ്റില്ല. പക്ഷെ സിനിമ ഈസ് എ കളക്റ്റീവ് എഫേർട്ട്. ഒരു മൊത്തത്തിൽ ഞാൻ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ സിനിമയെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വരുന്ന സിനിമകളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വരണം, നല്ലത് വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വരാത്ത സ്ഥലത്തോളം നമ്മൾ വരുന്നത് ചെയ്യുക, നമ്മളൊരു ഗാമ്പിൾ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സിനിമയെ സംബന്ധിച്ചിടത്തോളം. So success and failure is like, when it comes to sports or cinema, it's just part of the game എന്ന് പറഞ്ഞ പോലെ you should see it that way. ബാക്കി any criticism you should welcome it, because you are on this platform. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനത്തിനെ നമ്മൾ അതിനെ വളരെ പോസിറ്റീവായിട്ടും കൺസ്ട്രക്റ്റീവായിട്ടും എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ നന്നാവൂല എന്നർത്ഥം. I think even if you ended it that way, ധ്യാൻ പറഞ്ഞ ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡീപ്പായിട്ട് ഉത്തരമാണെന്ന് പറഞ്ഞു. ഡീപ്പാണ് ഇന്ന് ഫുള്ള്. ടൊവിനോ വന്നിട്ട് ഇതുപോലത്തെ ഒരു സിമിലർ സാധനം പറഞ്ഞു. അവന്റെ കട്ട് ചെയ്തിട്ട് ഇത് ഇട്ടാ മതി. No, he said something very similar. Hero is only as successful as his last film. അത് ഇതിന് മുന്നേ വന്ന 10-20 വർഷമായിട്ടുള്ള പലരും പറഞ്ഞ ഡയലോഗ് പഠിച്ചത്. പക്ഷേ ഇത് യുണീക്ക് ആണല്ലേ, ഇതിപ്പോ ഞാൻ കഴിഞ്ഞിട്ടാണ്. ബട്ട് ധ്യാൻ, മൂവി എന്ന് പറയുമ്പം പല ആസ്പെക്ട്സിലും യു ഹാവ് വർക്ക്ഡ്. റൈറ്ററാണ്, ഡയറക്ടറിന്റെ ഹാറ്റ് ഇട്ടിട്ടുണ്ട്, ആക്ടറാണ്. ഇതിൽ ഏത് റോൾ പ്ലേ ചെയ്യുമ്പോഴാണ് ഏറ്റവും സെൽഫ് ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു റോൾ ഏതാണ്? ആക്ടറാണോ, ഡയറക്ടറാണോ, അതോ റൈറ്ററാണോ? ഓഫ് കോഴ്സ് ഡയറക്ഷൻ. നമ്മളാണ് അതിൻ്റെ ക്യാപ്റ്റൻ, യു ആർ ലീഡിങ് ദ എൻറ്റയർ ടീം. അല്ലെങ്കിൽ നമ്മൾ നന്നായി, അല്ലെങ്കിൽ ആ അത്രയും ദിവസത്തോളം നമ്മൾ അതിനെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ആവശ്യമാണ് ആ സിനിമ നന്നാവേണ്ടതും നമ്മുടെ സെറ്റാണെന്നുള്ളതും ആ സെറ്റിൽ
ഇപ്പോൾ ഇവിടെ പേളി വന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഇറ്റ്സ് യുവർ ടീം. അവിടെ വന്നിട്ട് പേളി വന്ന് ചൂടാവുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആ എനർജി ഭയങ്കര വേറെ രീതിയിലാവും. ഓക്കെ, ഡള്ളാവും അല്ലെങ്കിൽ നെഗറ്റീവ് ആവും. പിന്നെ ആൾക്കാരും പേളി പോയി കഴിഞ്ഞാൽ പറയും ആ തെണ്ടിക്ക അവളെ പോയാ അല്ല അങ്ങനെയൊക്കെ പറയും. പേളിനെ കുറ്റം പറയും. അവള് വരും വലിയ ഓടുന്ന അവളെ അമ്മമ്മയുടെ സാരി കൊടുത്ത് അപ്പൊ ശ്രീനെ അവളുടെ ഒരു പായാരം അവൾ എന്താന്ന് അവളെ വിചാരം വലിയ വലിയ മറ്റവളാന്ന് അവളെ സംസാരം എന്താണ് അവളുടെ വിചാരം ഇങ്ങനെയൊക്കെ പറയും. അത് മാത്രല്ല അവള് പറയുന്നത് എന്തൊക്കെയാ അവള് കിട്ടുന്ന പൈസ നമുക്ക് പറയാൻ പറ്റുന്ന അവളെന്തിലാ അങ്ങനെയൊക്കെ പറയും. ഇനി നിങ്ങളെ കുറിച്ച് പറയും. അപ്പൊ നമ്മള് എവിടെയോ എന്തോ ഒരു തകരാറ്. അപ്പൊ നമ്മൾ ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുക എന്നെ വെച്ച് കോമഡി ഒരു ചലഞ്ചല്ലേ. എത്ര ആൾക്കാർ ഒരുമിച്ച് കൊണ്ടുപോകുന്നില്ലേ പേളി, അതുപോലെ സെൽഫ് ചലഞ്ച്. ഞാൻ സ്നേഹിക്കുന്നു, അവർ തന്നെ തിരിച്ച് സ്നേഹിക്കുന്നു. അതൊന്ന് കാശ് കൊടുക്കാതെ ഇരിക്കുക, അവര് മാസം മാസം ശമ്പളം കൊടുക്കാതെ. അതെന്റെ സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ്. നമ്മൾ ഇത് ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കൊടുക്കണം, അവരെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലേ പേളി? എല്ലാം ഒരു ബാലൻസ്. അപ്പോ ഇവരൊക്കെ വർക്ക് വർക്കിംഗ് ഫോർ യു അല്ലേ അൾട്ടിമേറ്റ്ലി. ഇതിന് നിങ്ങൾ എക്സാക്ട്ലി. പക്ഷെ അവർക്കും അതിൽ നിന്ന് ഗുണം ഉണ്ടാവുന്നുണ്ട്. ലേണിംഗ്, അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്, അതോടൊപ്പം എക്സാക്ട്ലി മോണിറ്ററി ബെനിഫിറ്റ്സ്. അത് ഉള്ളതിടത്തോളം നമുക്ക് ഡയറക്ഷൻ നമ്മളൊരു ടീമായിട്ട് നമ്മൾ പോകുന്നു, ഒരു സിനിമയുടെ ഭാഗമായിട്ട് അവരെല്ലാവരും കൂടെ നിൽക്കുന്നു, അങ്ങനെ നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിൽ ചിലപ്പോൾ അത് നന്നാവും, നന്നാവില്ല, അതൊക്കെ വേറെ സെക്കൻഡറി. പക്ഷേ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ ഒരു ഗുഡ് വിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിനു വേണ്ടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസം അല്ലെങ്കിൽ അത് തന്നെയാണ് ചലഞ്ചിങ്. അത് തന്നെയാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹൈ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. നമ്മളൊരു അഭിനയിച്ച സിനിമേനെ എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ അത്ര പാഷനേറ്റ് ആക്ടർ അല്ലാത്തത് കൊണ്ട്. But when you directed a movie, your first movie was love action drama. How did you get Nayanthara's date for that? ഏട്ടനുമായിട്ട് she was constantly in touch. അല്ലെങ്കിൽ they used to talk and all once in a while. അപ്പോൾ ആ സമയത്ത് ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഞാൻ നമ്പർ തരാം, നീ മെസ്സേജ് ചെയ്ത് നോക്കൂ. ആൻഡ് ഓഫ് കോഴ്സ് അച്ഛനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പുള്ളിക്കാരി. അപ്പോൾ ഷി ഹാസ് എ ഹ്യൂജ് റെസ്പെക്ട് ഫോർ അച്ഛൻ. അല്ലെങ്കിൽ അച്ഛൻ സത്യനങ്ങളുടെ പടത്തിലൂടെയാണ് പുള്ളിക്കാരി വരുന്നതൊക്കെ. അപ്പം ഞാൻ ലെഫ്റ്റ് എ മെസ്സേജ് ഇങ്ങനെ ഞാൻ ഇതാണ് ആണ്. അപ്പോൾ ഷീ ആസ്ക്ഡ് മീ ടു കം ദ നെക്സ്റ്റ് ഡേ. എന്നോട് യൂഷ്വലി അപ്പം ഞാൻ വെച്ചു ഇങ്ങനെയാണോ എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ ഡയറക്റ്റ് മെസ്സേജാണ്. കാരണം ചെന്നൈയിലൊക്കെ പൊതുവേ ഇറ്റ്സ് ഓൾ ത്രൂ മാനേജേഴ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ മെസ്സേജ് അയക്കുന്നു, എന്നോട് പറഞ്ഞു നീ നാളെ കയറി വരാൻ പറയുന്നു. അപ്പം ഞാനത് തീരെ പ്രിപ്പയർഡ് ഒന്നും ആയിരുന്നില്ല. ഞാൻ കയറി വരുന്നു, പോകുന്നു. ഞാൻ അവിടെ ആക്ച്വലി ഒരു 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് പോയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മീറ്റിംഗ് വാസ് അറ്റ് 4 o'clock. I reached at 5:30. Okay. So of course first impression was perfect. അപ്പം ഞാൻ ഇത് അലക്കി തേക്കാത്തൊരു ഷർട്ടും ഇതേപോലത്തെ നമ്മൾ നോ ഫേക്കിംഗ്. അത് എക്സാക്ട്ലി. അപ്പം ഞാൻ ആക്ച്വലി ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് മിസ് ചെയ്തു ലേറ്റ് ആയിട്ട്. ഞാൻ സെക്കൻഡ് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലൈറ്റിന്റെ മിസ്റ്റേക്ക് അല്ലേ? ഫ്ലൈറ്റ് പിന്നെ why do they have to board on time? അങ്ങനെ അല്ല അന്നല്ല ഏത് സമയത്ത് ഞാൻ നേരത്തെ ഇറങ്ങിയാലും ഞാൻ വൈകി എത്തുള്ളൂ. അങ്ങനെ അവസ്ഥ, സമയം ശരിയല്ല എന്ന് പറഞ്ഞ വളരെ അവസ്ഥയായിരുന്നു. പക്ഷെ സമയം ശരിയായിരുന്നു എന്ന് വേണം പറയാൻ. ബിക്കോസ് 5:30 എത്തുന്നു. എനിക്ക് വന്ന് 5 o'clock മീറ്റിംഗ് ഉള്ള ആളൊക്കെ ഉണ്ട് 3:30 വന്നിരിപ്പുണ്ട്. വന്നിരിപ്പുണ്ട്. അങ്ങനെ ഞാൻ ലേറ്റായി വരുന്നു, ഞാൻ കയറുന്നു, ഞാൻ ഈ സ്ക്രിപ്റ്റ് ബുക്ക് തുറക്കുന്നു, വായിച്ചു തുടങ്ങുന്നു. ഞാൻ ഇത് തുറന്നത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ സിനിമയുടെ കഥയൊന്നും അല്ല ഞാൻ പറയണേ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഓക്കെ ആൻഡ് എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം What did you say? Can you give me an imagine I'm Nayanthara. No, I cannot imagine you as Nayanthara. ഒന്ന് കഷ്ടപ്പെട്ട് Nayanthara. അങ്ങനെയല്ല, ഞാനാണെങ്കിൽ എന്താ പറഞ്ഞത് ഒരു ക്ലൂ. ബിക്കോസ് എനിക്കത് ഓർമ്മയില്ല, സത്യം എനിക്ക് ഓർമ്മയില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ലിസൺ ടു ദ ഹോൾ സ്റ്റോറി. അപ്പം എപ്പോൾ മനസ്സിലാവും. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിഞ്ഞ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ കഥയുടെ ഒരു ബ്രീഫ് കൊടുത്തു. കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ കാര്യം കഥയും ഇതൊന്നുമല്ല, ഐ ലൈക്ഡ് യു. ഓക്കെ, അത് നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കഥയോ ഒന്നും അല്ല വെളി. എന്ത് കഥ, ഏത് കഥ?
നമ്മൾ അവർക്ക് കൊടുക്കുന്ന എനർജിയും പിന്നെ നമ്മൾക്ക് പണി അറിയാമെന്നുള്ളൊരു സാധനം നമ്മൾ തോന്നിപ്പിക്കാൻ വേണ്ടി ഇടക്ക് 2-3 ഷോർട്സ് ഇങ്ങനെ ഷോർട്ട് അവിടുന്ന് ടോപ്പ് ആംഗിൾ, ലോ ആംഗിൾ, ഇങ്ങനെ കാണിക്കും, സൂം ഷോട്ട്, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കാണിക്കും. അത് 4-5 ബേസിക് സാധനങ്ങൾ കാണിക്കും. അപ്പൊ തന്നെ അവർ തെറ്റിദ്ധരിക്കും, കൊള്ളാലോ ഇവൻ പണി അറിയാതെ ഇവന് സാധനം, 2-3 ലെൻസിങ് പേര് ഇതൊക്കെ പഠിച്ചു വെക്കും. അങ്ങനെ അതൊക്കെ പറഞ്ഞു ഫസ്റ്റിലത്തെ ഒരു വെരി ഈസി ടു ക്രാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിലത്തെ ഒരു 4-5 സീനുകൾ അല്ലെങ്കിൽ 1-2 സാധനത്തിനകത്ത് നമ്മൾ ടെക്നിക്കലി നമ്മൾ സൗണ്ട് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്ത് വിടും. ഓക്കെ, ഇത് ഇങ്ങനെ ആ ഷോട്ട് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് കട്ട്, അങ്ങനെ ഒരു സാധനം അടിച്ച് നമ്മളൊന്ന് ഇമ്പ്രസ് ചെയ്യും. 4-5 ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ കഥയില്ല കുതയില്ല വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഇതാണ് എൻ്റെ ഒരു യൂഷ്വൽ. പക്ഷെ ഇതേ സിറ്റുവേഷൻ, ഇത് അന്ന് ഡേറ്റ് തന്നു, ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പൊ കട്ട് ടു ദ ഷൂട്ട് ഡേ അല്ലെങ്കിൽ ആഫ്റ്റർ 3 days ഓഫ് ഷൂട്ട്, ഞങ്ങൾ തമ്മിൽ റാപ്പ് വാസ് സ്റ്റിൽ ഇപ്പോഴും ഇറ്റ്സ് ദ സെയിം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഒരു മെസ്സേജിനപ്പുറം, ഒരു ഫിംഗർ ടിപ്പ്, ഒരു മെസ്സേജിനപ്പുറം ഷീ ലീവ്സ് എ മെസ്സേജ്, അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പം ഞാനിപ്പോൾ വിഷുവിൻ്റെ അന്ന് ഞങ്ങൾ കുറേ നേരം ഫോണിൽ സംസാരിച്ചു. അപ്പം എന്നാലും എന്ന് വെച്ചാൽ ഒരു എത്രയോ ഞാനൊരു 3-4 മാസത്തിന് ശേഷം ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറയണേ എത്ര കാലം കഴിഞ്ഞാലും റിലേഷൻഷിപ്പ് ഈസ് ഓൾവേസ് ദെയർ. അത് നമ്മൾ അവരെ ഡീൽ ചെയ്യുന്നതും, കാരണം അവർ നോക്കുന്നത് പ്രത്യേകിച്ച് ആസ് സ്റ്റാർസ്, അവർ നോക്കുന്നത് അവരെ സ്റ്റാർഡം ഓക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ ബിക്കോസ് വെച്ചാൽ സ്റ്റാർസ് ശ്രദ്ധിക്കുന്നത്, നമ്മൾ നോക്കുന്നത് ഇങ്ങനൊരു സ്റ്റാറിനെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഹാപ്പി ആക്കുക, കംഫർട്ടബിൾ ആക്കുക. കഥയൊക്കെ സെക്കൻഡറി ആണ് ഇപ്പോൾ, മനസ്സിലായില്ലേ? കഥയും ഷൂട്ടും ഇതൊക്കെ സെക്കൻഡറി ആണ്. നമ്മൾ അവരെത്രത്തോളം കംഫർട്ടബിൾ ആക്കി കൊണ്ട് നിർത്തി അവരുടെ നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ ഹാപ്പി ആക്കുക എന്നുള്ളതാണ്. അവർ ഭയങ്കര അത് ആഗ്രഹിക്കുന്ന ആളാണ്, അങ്ങനെ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഡേ 1 ഓൺവേർഡ്സ്, ബിക്കോസ് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ആസ് എ ഹ്യൂമൻ അല്ലെങ്കിൽ ആസ് എ സക്സസ്ഫുൾ ഇത്രയും മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയിൽ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ത്രീ നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്ന് പോയിട്ട് ഇത്രയും വേറെ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഇത്രയും സക്സസ് റേറ്റ് ഉണ്ടാക്കിയ ഒരു ആക്ട്രസിനെ നമുക്ക് കാണാൻ പറ്റില്ല. ആൻഡ് ഐ വാണ്ട് ടു ആഡ്, ഞാൻ അതിന് ഐഫയിൽ വെച്ചിട്ട് ഐ മെറ്റ് ഹർ. അത് കഴിഞ്ഞിട്ട് she messaged me because I keep telling her I want to meet you, I want you to meet Chil. She messaged me one day ingotike saying that she's shooting here and she shared her manager's number, she'll call you. I was so happy because yeah, and I was so happy because namakku oru value tera. Actually she doesn't have to meet me. Nammi njan location lu poi I met her and she was in between shot എടുക്കും, തിരിച്ചു വരും. അതെ. And even that picture I told her, അയ്യോ നമ്മൾ കോസ്റ്റ്യൂമിലാണ് നിൽക്കുന്നത്. അത് പരവല്ല പോലെ இந்த மாதிரி ഒരു സിമ്പിൾ കോസ്റ്റ്യൂം തന്നെ. Like she's the most, and she still keeps in touch. She's the most humble lady superstar എന്ന് പറയാൻ പറ്റിയ ഒരാളാണ്. You know why? Because she's the most humble person I have ever met in stars. പിന്നെ മഞ്ജു ചേച്ചി, obviously. These people, നമുക്ക് as a woman I look up to them because അല്ല, ഇപ്പം നമ്മളിപ്പോൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാൻസിനെ ഡീൽ ചെയ്യുന്നത്, അവരുടെ സാധാരണ ആൾക്കാരോടുള്ള ഷീസ് വെരി ഹംബിൾ. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ പറയുമല്ലോ കുറച്ച് അഹങ്കാരം ജാടയൊക്കെ ആവാം, ടു പ്രൊട്ടക്ട് യുവർ സെൽഫ്, അല്ലെങ്കിൽ അത് ക്യാരി ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ, തമിഴ് പോലത്തെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കളയും നമ്മൾ. ഓക്കെ, ആ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട് ആ ഇൻഡസ്ട്രിയിലൊക്കെ. അതൊക്കെ അവർ കണ്ടു വളർന്ന ആളാണ്, അല്ലെങ്കിൽ കണ്ടു വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവരത് ക്യാരി ചെയ്യുന്ന ആ സ്റ്റാർഡം അല്ലെങ്കിൽ ആ ഒരു സാധനം അവർ ക്യാരി ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോഴും അവർ നിൽക്കുന്നത്, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഒരു സാധാരണക്കാരോട് ഡീൽ ചെയ്യുന്നതും സംസാരിക്കുന്നതൊക്കെ സോ ഡൗൺ ടു സോ ജെനുവിൻ അല്ലെങ്കിൽ സോ റിയൽ. അപ്പോൾ കാരണം എനിക്ക് വളരെ അടുത്ത് നിൽക്കുന്ന പല കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള ഒരാളാണ്, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മൂത്ത ചേച്ചീനോട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് പുള്ളിക്കാരിയായിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ. എന്നോട് എപ്പോഴും പറയുന്ന നീ ഏണ്ടാ എന്താ ഇൻഡസ്ട്രിയിൽ സിനിമ അഭിനയിച്ച് നടന്നോ നീ, അങ്ങനെ പറയുന്ന ആളാണ്. She'll be openly talking to you about this. So Dhyan, we were talking about failure, success. അതിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കും. I want to ask you, ഫെയിലിയർ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും, സക്സസും കുറേ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കും. അതേപോലെ what did you learn from failure and success? ഭയങ്കര സിമ്പിളായിട്ട് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഇതെല്ലാം ഇപ്പം ഈ ചോദിച്ച സെക്കൻഡ് ഈ മൊമെൻറ്റ് കഴിഞ്ഞു. ഇതൊന്നും ലാസ്റ്റ് ചെയ്യില്ല, ഈ സക്സസും ഫെയിലിയറും ഒന്നും തന്നെ. കാരണം ഇതൊന്നും നിലനിൽക്കില്ല. സക്സസ് ആയിക്കോട്ടെ, ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമ, ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പുള്ളി ഹിറ്റ് ഒരു സാധനം, കമൽഹാസൻ സാറിന് പുള്ളി എത്രയും എക്സൈറ്റഡ് ആയിട്ട് പോയി, ആ മൊമെൻറ്റ് കഴിഞ്ഞു, ഇറ്റ്സ് ഓവർ. അതുപോലെയാണ് സക്സസും ഫെയിലിയറൊക്കെ.
അത് പെട്ടെന്ന് കഴിയും. ബട്ട് ഇത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. എസ്പെഷ്യലി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ they get stuck there. A lot of പീപ്പിൾ ഗെറ്റ് സ്റ്റക്ക്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 19 വയസ്സ് 20 വയസ്സിൽ ഇപ്പോൾ അച്ഛനായിട്ടുള്ള ചെറിയ പ്രശ്നം കാരണം പുറത്താക്കപ്പെട്ട് നിന്ന സമയത്ത് ഞാൻ കുറച്ചു കാലം ഒരു മാൻഷനിലൊക്കെ ചെയ്ത് ഞാനൊരു കോൾ സെൻ്ററിൽ ജോലി ചെയ്ത് അതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ നോട്ട് ഗെറ്റ് സ്റ്റക്ക് ഹിയർ. കാരണം ലൈഫ് വിൽ മൂവ് ഓൺ. എനിക്ക് ജീവിതത്തിൽ നല്ലത് സംഭവിക്കും. ഞാൻ ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്ക് 2 കൈയും കാലും ഉണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ അത്യാവശ്യം +2 വരെ പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം എനിക്ക് ഇംഗ്ലീഷ് അറിയാം. സോ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ എ കോൾ സെൻറ്റർ. ഇവിടെ നിന്ന് എനിക്ക് മുന്നോട്ട് ഇവിടെ തന്നെ ഞാൻ ജീവിക്കേണ്ടി വരില്ല. അങ്ങനെ ജീവിക്കേണ്ടി വന്നാൽ എനിക്ക് പരാതിയില്ല. ബിക്കോസ് അവിടെ എത്രയോ മനുഷ്യന്മാർ ആ മാൻഷനിൽ ജീവിക്കുന്നുണ്ട്. ഡ്രൈവർമാരുണ്ട്, സരവണ ഭവനിലെ വെയിറ്റർമാരുണ്ട്. ഇവിടെ ഞാൻ ജോലി താമസിക്കണം, എത്രയോ മാസങ്ങൾ ഞാൻ അവിടെ നിൽക്കുന്നു. രാവിലെ 5 മണി തൊട്ട് 6 മണി വരെ അവിടെ വെള്ളം വരുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞ സ്ഥലമൊക്കെ ശ്രീനിക്കറിയാം. ആ മാൻഷനൊക്കെ എന്ന് പറയുന്നത് 500 രൂപയാണ് ഞാൻ ആ താമസിച്ച മാൻഷനിൽ. ഓക്കെ, അപ്പോൾ ആ സ്ഥലത്ത് ഞാൻ താമസിക്കുമ്പോൾ രാവിലെ 5 മണി തൊട്ട് 6 മണി വരെ ഈ പറയുന്ന വെള്ളം വരുന്ന ഈ സമയം, അന്ന് വാട്ടർ സ്കാസിറ്റി ഭയങ്കരമായിട്ടുള്ള സമയമാണ് ചെന്നൈയിൽ. അപ്പോൾ ഈ സമയത്ത് വേണം നമ്മൾ ബാക്കിയുള്ള രാവിലത്തെ നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നടത്താൻ. അപ്പോൾ 30-40 പേരൊക്കെയാണ് ഒരു ഇതിനകത്ത് താമസിക്കുന്നത്, ഒരു ഫ്ലോറിൽ. അപ്പോൾ ഈ 40 പേരൊക്കെയാണ് ഈ ബക്കറ്റും മകം പിടിച്ച് നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്നത്. അപ്പം ഞാൻ അതിന് ഒരു മാസം മുന്നേ വരെ ഞാൻ മറ്റേ ശ്രീനിവാസൻ്റെ മോനായിട്ട് വലിയ വീട്ടിൽ താമസിച്ചിരുന്ന ഞാൻ ബക്കറ്റും മകം പിടിച്ചിട്ട് രാവിലെ 1 മണിക്കൂറിൽ വെള്ളം വരുന്ന അവസ്ഥയിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എത്ര കാലം ഞാൻ ഇതുപോലെ ബക്കറ്റും മകം പിടിച്ച് നോക്കുമ്പോൾ എൻ്റെ മുന്നിൽ 30-40 പേര് നിൽക്കുകയാണ്. അതേപോലെ മനുഷ്യന്മാരല്ലേ. അപ്പം ഞാൻ ആലോചിച്ചു, ഇവിടെ സ്റ്റക്കായാലെന്താ, ഞാൻ കുറേ മനുഷ്യന്മാരോടല്ലേ നിൽക്കുന്നത്. അവരൊക്കെ നിൽക്കില്ല, അവരൊക്കെ ജോലിയില്ലേ അവരുടെ കുടുംബത്തിന് വേണ്ടി, ഇതിനു വേണ്ടി സർവൈവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അപ്പോൾ ആരും കുടുംബം നോക്കണ്ട. അവരവർ ചേട്ടൻ്റെ കാര്യം ഏട്ടൻ നോക്കിക്കോളൂ, അച്ഛൻ്റെ കാര്യം നോക്കിക്കോളൂ, എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ സമാധാനമുണ്ട്. അവിടെ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ലൈഫ് ഡസൻറ്റ് ഗെറ്റ് സ്റ്റക്ക്. ഒരു സ്ഥലത്തും ഒരു പോയിന്റിലും ലൈഫ് സ്റ്റക്ക് unless you decide to. നമ്മളാണ് സ്റ്റക്കായി പോകുന്നത്. ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു സാധനം ചെയ്യാൻ അടുത്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. What a beautiful message, ധ്യാൻ. അല്ല, ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, നമ്മളാണ് സ്റ്റക്ക് ആവുന്നത് ഒരു ഫെയിലിയർ. Seriously, first of all, your life is so inspiring. Yes. Because you've gone through so many ups and downs. ഇപ്പം മാൻഷനിൽ ജീവിക്കുമ്പോൾ ഇഫ് യു ഓൾവേസ് അങ്ങനത്തെ ഒരു ലൈഫ് ജീവിക്കുന്ന ഒരാൾ അവിടെ ജീവിക്കുന്നതും ഒരു ലക്ഷറിയസ് ലൈഫ് ജീവിച്ചിട്ട് അവിടെ പോകുന്ന ഒരാളുടെയും എക്സ്പീരിയൻസ് വേറെ വേറെയാണ്. Because you are, for you that is new. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മൾ അങ്ങോട്ടായി പോകുന്നത്. Whatever it is. അപ്പോൾ പിന്നെ ഒന്ന് നമ്മൾ തിരഞ്ഞെടുത്ത വഴിയിൽ നമ്മൾ പോയ വഴി തെറ്റായത് കൊണ്ട്, വീട്ടിൽ പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോയത്. അത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. സോ അതിൽ ഞാൻ കടന്നു പോയൊരു സാധനം അതൊരു വലിയ വലിയൊരു പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്ത് പറയാൻ മാത്രമുള്ള സംഭവം ഒന്നുമല്ല. ബിക്കോസ് അതേപോലെ തന്നെ കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അവരൊക്കെ സാധാരണക്കാരാണ്. ഞാൻ ഈ പറഞ്ഞ കൂടെയുള്ള ആൾക്കാരൊക്കെ തന്നെ അവരിപ്പോഴും അവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതില്ലാത്ത എന്താ, ദൈവം ഒരാളെ ഉണ്ടാക്കും, ചിലർ കഷ്ടപ്പെട്ട് പാവപ്പെട്ടവനാവും പണക്കാരനാവും എന്ന് പറഞ്ഞ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എത്രയോ പേര് അവിടെ സ്റ്റക്കായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോൾ ബോംബെ പോകുമ്പോഴും നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് എന്താണ്? അന്തേരി എന്ന് പറഞ്ഞ സ്ലമ്മാണ് കാണുന്നത്. ആ സ്ലമ്മിൽ ഇപ്പൊ പേളി അതിന്റെ ഒരു ഡോക്യു അല്ലെങ്കിൽ ഞാൻ റീസെന്റ് ഒരു വ്ളോഗർ ഒരു പെൺകുട്ടിയെ കണ്ടു. അപ്പം അവിടെ ബേസിക് ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. ഓക്കെ, വെള്ളം വീട്ടിനകത്ത് എല്ലാ ദിവസവും കയറുന്നു. ആ പറയുന്ന ഒറ്റ മുറിക്കകത്ത് 8-10 പേരാണ് കൈക്കുഞ്ഞുങ്ങളും വെച്ചപ്പോൾ. അപ്പൊ നമ്മള് ചിന്തിക്കുന്ന എന്താ, നമ്മള് ഒരു നേരത്തെ ഭക്ഷണത്തിനും ഒരു നേരത്തെ ഇതിനും വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട്. ആ വീടിനകത്ത് ഈ കുപ്പവെള്ളം, നമ്മൾ പറയുന്ന ഓവിലെ വെള്ളമാണ്, ആ വെള്ളത്തിലാണ് അവർ കിടക്കുന്നത്. ഓക്കെ, ആ വെള്ളം കോരി ഒഴിച്ചിട്ടാണ് ഈ ഓവിലെ വെള്ളത്തിൽ 8-10 പിള്ളേരുണ്ട്, കൈക്കുഞ്ഞുൾപ്പെടെ. അവരുടെ വൃത്തി, സാനിറ്റി, ഇതിനകത്ത് അതിനുൾപ്പെടെ അവിടെയുള്ള പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറയുന്ന സാധനം മിക്സ്ഡപ്പാണ്. ഈ റൂമിൽ കുടിക്കുന്ന വെള്ളം അതിന്റെ ഇടയിൽ കൂടെ വരുന്നത്. എത്രയോ മനുഷ്യന്മാർ അവിടെ ജീവിക്കുന്നില്ലേ? നമ്മൾക്ക് എന്തൊരു അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഭയങ്കര ലക്കിയും ഭയങ്കര പ്രിവിലേജ്ഡുമാണ് നമ്മുടെ ഇവിടുത്തെ, പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്ഥലത്ത് നമ്മൾ ആക്ച്വലി എല്ലാവരും അത്യാവശ്യം പ്രത്യേകിച്ച് ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലം. ഇവിടെ വലിയ വലിയ കലാമിറ്റീസ് ഒന്നും വന്നിട്ടില്ല. ആകെ വന്നൊരു ഫ്ലഡാണ്. അതിൽ നമ്മൾ ഒരുമിച്ച് നിന്നു സർവൈവ് ചെയ്തു. ബാക്കി നമ്മൾ വേറെ രാജ്യത്തും വേറെ സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങൾ സ്റ്റേറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ
പോവർട്ടിയുടെ എക്സ്ട്രീം ലെവൽ ഓഫ് പോവർട്ടിയാണ്, മനസ്സിലായില്ലേ? കൽക്കട്ടയിൽ ഞാൻ പോയ സമയത്ത് കാണുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല അസുഖങ്ങളാണ് റോഡിലൊക്കെ, രോഗങ്ങളും ബാധിച്ച് ഇവരൊക്കെ എങ്ങനെ ജീവിക്കുന്നത് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള നാട്ടിൽ നമ്മൾ വരുന്ന സമയം നമ്മൾ തിരിച്ചിവിടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ഇവിടെ കുറേ ആൾക്കാർ നല്ല സൂചിക്കുന്ന കുറേ ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഭയങ്കര സെക്യൂർഡാണ് ഈ സ്റ്റേറ്റിൽ. അതിലും പലപ്പോഴും നമ്മൾ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ക്ലാസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ എല്ലാ ഇതുണ്ടാവണം നിർബന്ധമില്ല. പക്ഷേ ദൈവം സഹായിച്ച നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. നമ്മൾ അതിന് നമുക്ക് പറ്റാത്ത അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. ഇത് മാത്രമേ ഉള്ളൂ ലോകത്ത് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം എന്താ? ചാരിറ്റി. വേറെ ഒന്നുമില്ല. സൽപ്രവർത്തനം. And I think Dhyan, you are doing the best charity, which is making somebody smile. നമ്മൾ ഒരാൾക്ക് എത്ര പൈസ കൊടുത്താലും എന്ത് കൊടുത്താലും ചിലപ്പോൾ അയാൾ ഹാപ്പി ആവണമെന്നില്ല. പക്ഷെ വാട്ട് യു ആർ ഗിവിംഗ് ഈസ് ഏറ്റവും സങ്കടമുള്ള ആൾ. ഇപ്പം യു ഓൺലി സെഡ് ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകളാണ് ധ്യാന്റെ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ ചിരിക്കുകയും സന്തോഷിക്കുകയും അവരുടെ വിഷമങ്ങൾ മറക്കുകയും ചെയ്യണം. സോ ദാറ്റ്സ് ഓൾസോ എ ചാരിറ്റി, റൈറ്റ്? ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോഴത്തെ ഒരു വർക്ക് കൾച്ചർ ഭയങ്കര ടോക്സിക് വർക്ക് കൾച്ചറാണ്. ഇപ്പം IT എടുത്താൽ പോലും അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഭയങ്കര വർക്ക് കൾച്ചർ ആൾക്കാർക്ക് പല രീതിയിലാണ്. ഇപ്പം ആൾക്കാർക്ക് ഇപ്പം തന്നെ ഇപ്പോൾ എത്ര ആൾക്കാർ കൗൺസിലിങ്ങിന് പോകുന്നു, തെറാപ്പിക്ക് പോകുന്നു. ഇവിടുത്തെ ആൾക്കാർക്ക് സൈക്കോളജിയും സൈക്കാട്രിയും തമ്മിൽ വ്യത്യാസം അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഇവർക്ക് എത്രത്തോളം ഇവർ സ്ട്രെസ്ഡ് ആണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ആങ്സൈറ്റി ഉള്ള ആൾക്കാർ, ഡിപ്രഷൻ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഡിമെൻഷ്യ ഉള്ള ആൾക്കാർ, സ്കിസോഫ്രീനിയ ഉള്ള ആൾക്കാർ, OCD പ്രശ്നങ്ങളുള്ള ആൾക്കാർ, ബൈപോളർ ആയിട്ടുള്ള ആൾക്കാർ, പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ, ഇങ്ങനെ പല ലെവലിലാണ് ഇതുള്ളത്. അപ്പം സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ, അപ്പം ഇത് ഇറ്റ്സ് ഓൾ എന്താ പറയണ്ടത്, പല രീതിയിൽ കണക്റ്റഡ് ആണ്. പല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഏറ്റവും വലിയ തെറാപ്പി എന്ന് അറിയാമോ? ഒരു നേരത്തെ രാത്രി ജോലിയൊക്കെ വിട്ട് ഈ സ്ട്രെസ് എന്നൊക്കെ മാറ്റാൻ അവനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ചിരിച്ച് കാണുക എന്നുള്ളതാണ്. ചിരിയാണ് ഏറ്റവും വലിയ തെറാപ്പി. അപ്പം നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ കാരണം ഞാൻ എത്രയോ മെസ്സേജ് എനിക്ക് അയച്ച മെസ്സേജിലൊക്കെ സ്ട്രെസ് റിലീഫാണ്, സ്ട്രെസ് ബസ്റ്ററാണ്, തെറാപ്പി, ഞങ്ങളുടെ തെറാപ്പിയാണ് നിങ്ങൾ എന്നൊക്കെ എന്നോട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന സംഭവം വെച്ചാൽ അത്രമാത്രം ആൾക്കാർ സ്ട്രെസ്ഡാണ് ഇന്നത്തെ ഡേ ടു ഡേ ലൈഫിൽ. അപ്പോൾ ഇതൊരു ക്ലിനിക്കൽ കണ്ടീഷനും കൂടിയാണ്. അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ കാലങ്ങളായിട്ട് ആലോചിക്കുന്ന ഒരു സാധനം ടു ലൈക്ക് ഇപ്പോൾ റോക്കറ്റ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനിയുണ്ട്, ഒരു ഫേമുണ്ട്. ഇറ്റ്സ് ആൻ ആപ്പ് വെർ യു ക്യാൻ ആക്ച്വലി ആക്സസ്, അല്ലെങ്കിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് എടുത്തിട്ട് അവിടുത്തെ സൈക്കോളജിസ്റ്റിനൊക്കെ അവർ കണക്ട് ചെയ്തിട്ട് അവൈൽ ചെയ്യാം. അപ്പോൾ ഐ എം സീരിയസ്ലി തിങ്കിങ് ഓഫ് സ്റ്റാർട്ടിങ് ഒരു ഇങ്ങനൊരു ഫെസിലിറ്റി ദാറ്റ് പീപ്പിൾ ക്യാൻ ആക്ച്വലി കം ആൻഡ് ടോക്ക് ടു മീ, അല്ലെങ്കിൽ അതിലൊക്കെ പേളിയൊക്കെ ഭാഗമാകാൻ പറ്റുവാണെങ്കിൽ. പിന്നെ അപ്പോൾ ആൾക്കാർക്ക് നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ഇന്നത്തെ ആൾക്കാരുടെ ടോളറൻസ് തന്നെ പോലെ എടുത്ത് നോക്കും. ഭയങ്കര ഇൻടോളറൻ്റ് ആണ് ആൾക്കാർക്ക് പേഷ്യൻസ് ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ നമ്മൾ കണ്ടെന്താ, ഒരു വണ്ടി ഉരസിയതിൻ്റെ പേരിൽ ഒരാളെ ഇടിച്ച് മരിച്ചു, ഒരാളെ കൊതിപ്പിച്ച് കൊല്ലുകയാണ്. അപ്പോൾ അയാളുടെ ഉള്ളിൽ എത്രമാത്രം സ്ട്രെസ്സും അവൻ്റെ വർക്കും ഇതൊക്കെയാണ് അവൻ വേറൊരാളുടെ അടുത്ത് പുറത്ത് തീർക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ജോലിയിൽ ഇപ്പോൾ പേളിയുടെ ബാക്കിൽ ഇരിക്കുന്ന അവൻ എത്ര സ്ട്രെസ്ഡാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇവൻ എത്ര സ്ട്രെസ്ഡാന്ന് പറയാൻ പറ്റില്ല. പേളിയുടെ ദേഷ്യം ചിലപ്പോൾ അവൻ പുറത്ത് എവിടെയെങ്കിലും റോഡിൽ പോയിട്ട് ആരെയും അടിച്ചിട്ടായിരിക്കും അവൻ തീർക്കുക. പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് വർക്ക് കൾച്ചറിനെയാണ്. ജോലി സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന പ്രഷർ, നമുക്ക് കിട്ടുന്ന സ്ട്രെസ്, ഇതൊക്കെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. ഉറക്കം, പിന്നെ നമ്മുടെ ഗട്ടും നമ്മുടെ ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ആൾക്കാരില്ല, നല്ല സുഹൃത്തുക്കളില്ല, ഇങ്ങനെ ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. കാരണം എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ ബിസിയാണ്. അപ്പം കുറച്ച് ഡേറ്റിംഗ് ആപ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നിനും കിട്ടുന്നില്ല മര്യാദയ്ക്ക്. ഇടക്ക് കയറി പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, സോ ഐ സീരിയസ്ലി ഫീൽ ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അപ്പോൾ എനിക്കത് ചെയ്യണം എന്ന് ഭയങ്കര കാര്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നു, ആലോചിക്കുന്നു. ഞാൻ ആക്ച്വലി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ആൾക്കാരുമായിട്ട് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് ടു ഇൻകോർപ്പറേറ്റ് കുറേ ആൾക്കാരെ സൈക്കോളജിസ്റ്റൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ ഒരു ആപ്പ്, അല്ലെങ്കിൽ ആപ്പ് അല്ലാണ്ട് തന്നെ ഒരു കൺസൾട്ടൻസി പോലെ ഫോർ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഒരു സാധനത്തിന് വേണ്ടി ഒരു സംഭവം തുടങ്ങാമെന്ന് വേണ്ടിയിട്ട്. Did you ever feel like when you had some problem ഉള്ള ലൈഫിൽ ആ ടൈമിൽ എനിക്ക് സംസാരിക്കാൻ
ഒരു ഗൈഡ് ചെയ്യാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയ ആ ഒരു തോട്ട് നിന്നാണോ ഈ ഒരു കോൺസെപ്റ്റ്? എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഞാൻ സോർട്ട് ചെയ്തിട്ട് ലൈക്ക് ഞാൻ ഒരു സാധനവും ഒരു രാത്രിക്കപ്പുറം ഞാൻ കെയർ ചെയ്യാത്ത ഒരാളാണ് ഇന്നേ വരെ ജീവിതത്തിൽ. ഹൗ ഡു യു ഡു ദാറ്റ്? അല്ല ഞാൻ അതെൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എനിക്ക് വളരെ ഏർലി എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ ചെറിയ സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള എൻ്റെ സെറ്റ് ബാക്സ് കൊണ്ടായിരിക്കും ഞാനതൊക്കെ വെരി ഏർലി സ്റ്റേജിൽ തന്നെ വീട്ടിൽ നിന്ന് അച്ഛനുമായിട്ടുള്ളൊരു ഫ്രിക്ഷൻ, അവിടെ നിന്ന് ഞാൻ ഇറങ്ങി പോകേണ്ടി വരുന്നു. അപ്പോൾ അതൊക്കെ അപ്പോൾ എന്നെ എക്സ്പീരിയൻസ് ആണല്ലോ നമ്മളെ പഠിപ്പിക്കുക. അപ്പം അവിടുന്ന് ഇറ്റ് വാസ് വെരി ടഫ് ഇനീഷ്യലി ആ സമയത്ത്. You got tough along the process. ടഫ് മേ ബി ടഫിനപ്പുറം ഇപ്പം ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആൾക്കാരാണ്. എനിക്കിപ്പോൾ പള്ളി കഴിക്കുന്ന എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളില്ല. ഞാൻ അധികം ആൾക്കാരോട് സംസാരിക്കുക. എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ വല്ലപ്പോഴാണ് അച്ഛനോട് സംസാരിക്കുന്നത്, അമ്മയോട് ഞാൻ വീട്ടിലുണ്ടെന്നല്ലാതെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് ടച്ചിലിരിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് എൻ്റെ വൈഫും അവരൊക്കെയാണ്. ഞാനൊരു ഗ്രൂപ്പിലില്ല, എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഞാനില്ല, എൻ്റെ ഫാമിലി ഗ്രൂപ്പിലില്ല, എനിക്ക് ഗ്രൂപ്പുകളില്ല, ഒന്നുമില്ല. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ലോണറാണ് ജീവിതത്തിൽ. പക്ഷേ അതാണ് ഞാൻ ചൂസ് ചെയ്ത ലൈഫ്. ബിക്കോസ് ഞാൻ ഒരു കാലത്ത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ അത് ഞാൻ കംഫർട്ടബിൾ. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് ഒരു ദിവസത്തിനപ്പുറം ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ് ഡസൻറ്റ് ഗെറ്റ് സ്റ്റക്ക്. നാളെ പുതിയ ആൾക്കാരാണ്, പിന്നെ ഞാൻ ഏത് സ്പേസിലും ഞാൻ കംഫർട്ടബിൾ ആണ്. വേളി എന്നെ എവിടെ കൊണ്ടിടും ഞാൻ അവിടെ ഓക്കെയാണ്. ബിക്കോസ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോകുന്നു അവിടെ നമ്മളാണ് രാജാവ്. അതോടൊപ്പം തന്നെ നമ്മൾ എവിടെ പോകുന്നു അവിടെ നമ്മളാണ് സന്തോഷം പടർത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനൊരു സ്ഥലത്ത് ഇന്ന് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇന്ന് ഞാൻ ശ്രീനിനെ കാണുന്നു, ഞാൻ പേളിനെ കാണുന്നു, ഇന്ന് ഞാൻ ഒരുപാട് സംസാരിക്കുന്നു, ഞാൻ ചിരിക്കുന്നു. നാളെ ഞാൻ പേളിനെ വിളിക്കില്ല, ഞാൻ പേളിനെ ഒരു ആവശ്യത്തിന് സംസാരിക്കില്ല. പേളി വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല. അത് കുറച്ച് കൂടി പോയില്ലേ, വിളിച്ചാൽ ഫോൺ എടുക്കില്ല. എന്തിന് കഴിഞ്ഞു ഈ ബന്ധം? അങ്ങനെ പറയരുത്. ഒരു ചായ കുടിക്കൂ, ഗ്രീൻ ടീ, ബ്ലഡി ഫുൾ, ബ്ലാക്ക് ടീ രണ്ടും ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ എവിടെയാണെന്ന് എന്റെ ഫോൺ വിളിച്ചാൽ എടുക്കൂല. അല്ലല്ല, അപ്പൊ ഹൗ ഡു യു ഡു ദാറ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. അത് എനിക്ക് മാത്രം എനിക്കത് എങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ ട്യൂൺ ചെയ്തെടുത്തൊരു പേഴ്സണാലിറ്റിയാണ്. അതല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയതായിരിക്കാം. നമ്മൾ ഇൻസുലേറ്റ് ചെയ്യില്ലേ നമ്മൾ? എക്സാക്ട്ലി. പിന്നെ ഞാൻ എവിടെ പോലും സന്തോഷം ആഗ്രഹിക്കുന്നു. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? എവിടെ പോയാലും നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ? അവിടെ കുറച്ച് സന്തോഷം. അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് വരെ അറിയാം, ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനോട് സംസാരിച്ചിട്ട് ഇപ്പൊ 1.5 വർഷമായിട്ടുണ്ടാവും. അവൻ കാനഡയിലാണ്. 2 സുഹൃത്തുക്കളാണ്, അശ്വിനും മെയിൻ ആയിട്ട് 2 പേര്, ഷാജി എന്ന് പറഞ്ഞുള്ളൂ. 2 പേര് സംസാരിച്ചിട്ട് മിനിമം 1.5 വർഷമായി കാണും. ഓക്കെ, പക്ഷെ അവർക്കറിയാം ഞാൻ എങ്ങനെയുള്ള ആളാണെന്നും ഞാൻ എങ്ങനെ. എക്സാക്ട്ലി. എത്ര വർഷം കഴിഞ്ഞാലും തിരിച്ചു വന്നിട്ട് തവണ കാണുമ്പോൾ ആ ബോണ്ടിങ് അതുപോലെ തന്നെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മളൊന്നും മറക്കുന്നില്ല, ഒന്നും ഇതാവുന്നില്ല. പലർക്കും ഇത് ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സഭാകുമ്പോൾ എനിക്ക് ആ പ്രശ്നങ്ങളില്ല. എക്സാക്ട്ലി. അപ്പൊ അതുകൊണ്ട് എന്നെ അറിയാവുന്നവർക്കൊക്കെ ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണെന്ന്. അതുകൊണ്ട് ഇറ്റ്സ് വെരി ഈസി. അതുകൊണ്ട് തന്നെ എന്താ സന്തോഷം, സമാധാനം. അതുകൊണ്ട് ആരോടും ഉത്തരം പറയണ്ട. എടുത്തില്ലേം കുഴപ്പമില്ല, മിണ്ടിയില്ലേം കുഴപ്പമില്ല, പരാതികളില്ല. ഉള്ള സമയത്ത് എന്താ രാജാ കയ്യ വെച്ച അത് റാങ്കാ പോണതില്ല. അല്ല, അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് റോങ്കാ പോണതില്ല. വിനീത് ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു ദാറ്റ് ധ്യാൻ ഡെയിലി ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകും. ബിക്കോസ് ഫോർ ഹിം അത് പോവാണ്ടിരുന്ന he can't. How much do you love movies and how much do you love acting? I don't love at all. അങ്ങനെ ഒരു സാധനമേ എനിക്കില്ല. ആ ജോലിയോടും എനിക്ക് അങ്ങനെ ഒരു പാഷനുള്ള ആളൊന്നുമല്ല ഞാൻ, ടു ബി വെരി ഓണസ്റ്റ്. ഞാൻ 2020 ഒക്കെ ആയ സമയത്ത് ഞാൻ എൻ്റെ കുറച്ച് ഹാബിറ്റ്സും എൻ്റെ കുറച്ച് ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിർത്താൻ വേണ്ടിയിട്ട്, അതെങ്ങനെ നിർത്തണമല്ലോ. ഓക്കെ, that's how I started working. അല്ലെങ്കിൽ അത് നിർത്താൻ വേണ്ടിയിട്ട്. So it's a getaway for you. Yeah, എക്സാക്ട്ലി. അപ്പം ഞാൻ പ്രത്യേകിച്ച് മകൾ ജനിച്ച സമയത്ത് എനിക്കിത് നിർത്തണം എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഇത് എങ്ങനെ നിർത്തും, ഇനി എന്താണ് ജീവിതം, ഇനി എന്ത് ചെയ്യണം, ഉത്തരവാദിത്തം, ഇതൊക്കെ മകൾ ജനിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു തീരുമാനം എടുക്കുന്നു, ഇത് നിർത്തുക. അതിനെന്താ ചെയ്യുക, നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുക, ജോലി ചെയ്യുക. അങ്ങനെയാണ് ഞാൻ 2021 തൊട്ടിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ പിടിക്കുന്നത്, ടു പുട്ട് എൻ എൻഡ് ടു ദിസ്. അല്ലാണ്ട് എനിക്ക് ഐ ഹാവ് നോ പാഷൻ ഫോർ ആക്ടിങ്, ഐ ഹാവ് നോ പാഷൻ ഇൻ ഫിലിംസ്. മൈ ഫാദർ നോസ് ഇറ്റ് ഓൾ. പുള്ളിക്കെല്ലാം അറിയാം. പുള്ളിക്കറിയാം എനിക്ക് സിനിമയോട് യാതൊരു താല്പര്യമില്ല. പക്ഷേ കാരണം ഞാൻ പുള്ളിനോട് എനിക്ക് സിനിമയിൽ വരണം ആഗ്രഹം എന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ പുള്ളി അടിച്ചു പുറത്താക്കി. ഓ, அதுதான் அப்படி போகுதா கேஸ்? அதான் கேஸ்.
പക്ഷേ ഓവർ ദ ടൈം എനിക്കിതിൽ ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിങ്ങിനോടല്ല. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് ടെക്നിക്കൽ സൈഡിനോട് എനിക്കൊരു താല്പര്യം വന്നു തുടങ്ങി. പക്ഷേ എനിക്ക് പെട്ടെന്നൊരു രണ്ടാമത്തെ സിനിമ പിന്നെയും സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ടേക്ക് ടൈം. വീണ്ടും ഒരു കഥ ഉണ്ടാക്കി, വീണ്ടും ഒരു ആർട്ടിസ്റ്റ്. അപ്പോൾ ഐ തോട്ട് ഇതൊരു ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഇൻകം ആണ്, പ്ലസ് ഐ ഗെറ്റ് എൻഗേജ്ഡ്. ദാറ്റ്സ് വെൻ ഐ സ്റ്റാർട്ടഡ് ആക്ടിങ്. അല്ലെങ്കിൽ എത്രയും ഒരു പാഷനുള്ള അല്ലെങ്കിൽ കരിയർ പ്ലാനുള്ള ഒരാൾ ഞാൻ ചെയ്ത പോലെ സിനിമ ചെയ്യില്ല, ഞാൻ ചെയ്ത പോലെ കരിയർ കൊണ്ടുപോകില്ല. ഞാൻ ചെയ്ത എല്ലാ റാൻഡം whichever project which came in my way ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഐ ഹവ് ഡൺ 13, 14, 15 ഫിലിംസ്. അല്ലെങ്കിൽ കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ഞാൻ 16, 17 പടമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പിൽ പോയി രാത്രി പരസ്യം ചെയ്തിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്ത ഗ്യാപ്പ് പോയിട്ട് വേറെ പടം അഭിനയിച്ചിട്ട് പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ആ പറഞ്ഞ എൻ്റെ ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്തു. വാട്ട് വാസ് മൈ ടാർഗറ്റ് ടു സ്റ്റോപ്പ് ഓൾ ദിസ്. അത് ഞാൻ അച്ചീവ് ചെയ്തു, സക്സസ്ഫുള്ളി അച്ചീവ് ചെയ്തു. ഞാൻ സക്സസ്ഫുൾ ആണ് ആ രീതിയിൽ. അതിനിടയിൽ നമുക്ക് ഇങ്ങോട്ട് വരുന്ന സിനിമകൾ എന്നിട്ടും നിരന്തരമായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ പടം ഓടിയില്ല എന്നുള്ളതൊക്കെ എന്നെ സംബന്ധിച്ച് സെക്കൻഡറിയാണ്. എന്നിട്ടും എനിക്ക് സിനിമകൾ വരുന്നു വീണ്ടും. അതിൽ ചെയ്ത സിനിമകളൊക്കെ തന്നെ പലതും നമ്മുടെ സൗഹൃദത്തിൻ്റെ പുറത്ത് ഓടില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്ത സിനിമകൾ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഇത് ഇങ്ങനെ അങ്ങനെ ചെയ്ത സിനിമകളുണ്ട്. പക്ഷേ എല്ലാവരും സിനിമയിൽ നിന്ന് അൾട്ടിമേറ്റ്ലി പൊള്ളി ഫസ്റ്റ് ബിഗിനേഴ്സിൻ്റെ പടങ്ങളാണ്. അവർക്കൊക്കെ സിനിമ ഓടിയാലേ അവർക്ക് ഫ്യൂച്ചർ ഉള്ളൂ. പക്ഷേ ഇത് എക്സിക്യൂഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ എത്തുമ്പോൾ സിനിമ വീണു പോകും. അപ്പോൾ നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഈ സിനിമയുടെ വെയിറ്റ് ഒന്നും. അപ്പം പലരും പാഷനേറ്റ് ആയിട്ട് വന്ന അപ്പം ഞാൻ ഇവരുടെ ഒരു കൺവിക്ഷനെയും ഗട്ട് ഫീലിങ്ങിനെയാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ കഥയിലുള്ള ട്രസ്റ്റിനപ്പുറം ഞാൻ ഈ പിള്ളേരെന്തായാലും ഇവർക്ക് ആദ്യത്തെ സിനിമ ഇവർ നന്നാക്കിയാലേ പറ്റൂ. പക്ഷേ മിക്കതും ഫെയിലായിപ്പോയി. അതൊന്നും നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു കോളും ഇല്ല അതിനകത്ത്. പിന്നെ കാരണം നമ്മളവിടെ പോവുക, ഇവർ പറയുന്ന കേൾക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ എം ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ. അപ്പോൾ അത് അവരെന്ത് ഫീഡ് ചെയ്യുന്നു, അവർ പറയുന്നത് എന്ത് കേൾക്കാനും ബാധ്യസ്ഥനാണ് നമ്മൾ. അത് ചെയ്യാൻ വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ പലരും ഫെയിലായി, ചിലർ അപ്പോൾ എനിക്ക് ലാസ്റ്റ് വർഷങ്ങൾക്ക് ശേഷമാണ് സക്സസ്ഫുള്ളി ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത്. അപ്പം ഞാൻ ഇത്രയും നമ്പർ ഓഫ് ഫിലിംസ് ചെയ്യുന്ന സമയത്ത് സക്സസ് റേറ്റ് നോക്കുമ്പോൾ വെരി ലെസ്. ബിക്കോസ് ഇത്രയും സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇഫ് അറ്റ് ഓൾ ഐ വാസ് ചൂസി ആൻഡ് പാഷനേറ്റ്, എനിക്ക് സക്സസ് റേറ്റ് മിനിമം ഫെയിലിയേഴ്സ് ഉണ്ടാവും. ബിക്കോസ് ഇവിടുത്തെ മിക്ക ആക്ടേഴ്സിന്റെ എല്ലാത്തും പകുതിയോളം സക്സസ് റേറ്റ് ഭയങ്കര കുറവാണ്. പക്ഷെ ദേ ഡു ഓൺലി വെരി ലെസ് ഫ്യൂ മൂവീസ്. അല്ലാണ്ട് നോക്കുന്ന സമയത്ത് മിക്ക ആക്ടേഴ്സിന്റെ സക്സസ് റേറ്റ് ഇസ് വെരി ലെസ്. പക്ഷെ ഞാൻ ചെയ്യുന്ന നമ്പർ ഓഫ് പടങ്ങൾ കൂടുതലായതുകൊണ്ട് ഇത് ഇത്രയാവുന്നുള്ളൂ. പക്ഷേ ഐ വോണ്ട് ടു ഗെറ്റ് ബാക്ക് ടു ഡയറക്ഷൻ, അല്ലെങ്കിൽ സംവിധാനത്തിലോട്ട് കടക്കണം. ഐ വോണ്ട് ടു പുട്ട് ആൻ എൻഡ് ടു ദിസ് ആക്ടിംഗ് കരിയർ. ബിക്കോസ് വാട്ട് എവർ ഐ ഹവ് ട്രൈഡ് ഡൂയിങ് ഐ ഹവ് സക്സസ്ഫുള്ളി അച്ചീവ്ഡ്. സോ ഐ വോണ്ട് ടു പുട്ട് ഇൻ, ബിക്കോസ് ഐ എം നോട്ട് പാഷനേറ്റ് ആക്ടർ. അല്ലെങ്കിൽ എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. സോ ഞാൻ എത്രയോ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടും എനിക്ക് സിനിമ വരുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതൊക്കെ എന്തിനാ പറയണേ? I don't know. Maybe ആൾക്കാർക്ക് more than anything, like you said, ഇത്രയും directors-ന് you're giving them an opportunity. Because at the end of the day, Dhyan, you are a star. You have a star value. അപ്പോൾ ആ ഡയറക്ടറിന് ഏറ്റവും അപ്രോച്ചബിളും ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളതും ഇത്രയും അവരെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഒരു ആക്ടർ ആയിക്കൂടെ? അവർക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ. കൊറോണ സമയത്തും അതിന് ശേഷം വന്ന സമയത്ത് എത്രയോ ആൾക്കാർക്ക് ജോലി ഉണ്ടായിരുന്ന എൻ്റെ സിനിമകളിലൂടെയാണ്. ഓക്കെ, എന്നോട് പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അസോസിയേഷൻ നിൻ്റെ പടങ്ങളാണ്, അവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കുന്നത് നിൻ്റെ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നതെന്നും പടം നിർത്തല്ലേടാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അസോസിയേഷൻ നിലനിന്ന് പോകുന്നതിൻ്റെ കാരണം നീ എന്നൊക്കെ ആൻഡോ ചേട്ടനൊക്കെ എന്നോട് കളിയാക്കി പറയാറ്. അപ്പം ഞാൻ ബ്യൂട്ടിഫുൾ തിങ് ഓൾസോ ബിക്കോസ് ഓഫ് യു ഇത്രയും ഫാമിലീസിന് അവർക്ക് വർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്റർവ്യൂസ് വന്നത്. ഇന്റർവ്യൂസിന്റെ ഭാഗമായി ആൾക്കാർ ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പടം ഓടാതാകുമ്പോൾ കുറെ പേർക്ക് എന്നെ കളിയാക്കിക്കൊണ്ട് റിവ്യൂ ഇടുന്നു. അതിലൂടെ അവർക്ക് റവന്യൂ ഉണ്ടാവുന്നു. ഇറ്റ്സ് ഓൾ വിൻ വിൻ സിറ്റുവേഷൻ. ഇറ്റ്സ് ഓൾ കണക്റ്റഡ്. ഇറ്റ്സ് ഓൾ വിൻ വിൻ സിറ്റുവേഷൻ എക്സെപ്റ്റ് ഫോർ ദ പ്രൊഡ്യൂസർ ഓഫ് ദ ഫിലിം. അതാണ് പ്രശ്നം. പക്ഷേ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സിനിമയുടെ ബാഗേജ് എപ്പോഴും അത് ആക്ടറുടെ തലയിൽ മാത്രമായിരിക്കും പലപ്പോഴും സോൾ റെസ്പോൺസിബിലിറ്റി. പക്ഷെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതും അതിൻ്റെ കാരണക്കാരൻ അതിൻ്റെ പ്രൊഡ്യൂസറാണ്. ബിക്കോസ് പുള്ളിയാണ് കോൾ എടുക്കുന്നത്. ഞാനൊരു സിനിമ പേളിനെ വെച്ചൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഞാനൊരു 100 തവണ ആലോചിക്കണം പേളിയുടെ മാർക്കറ്റ് വാല്യൂ എന്താണ്. ഓക്കെ, പേളിനെ വെച്ച് പടം എടുത്താൽ ഓടുമോ, ഇത് പേളിക്ക് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പേളിക്ക് ഇത്രയും ശമ്പളം വർക്ക് ചെയ്ത് ഇതൊക്കെ ഞാൻ ആലോചിക്കണം. എന്നിട്ടാണ് ഞാൻ പേളിയുടെ അടുത്ത് വരിക. ഓക്കെ,
അപ്പോൾ ഈ തീരുമാനം എടുത്തതിന് ശേഷമാണല്ലോ ഞാൻ പുള്ളി എടുത്ത് വരിക. എന്നിട്ട് ഞാൻ പുള്ളിനെ കുറ്റം പറയാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ സംവിധായകനായിക്കോട്ടെ, പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, എല്ലാം പേളിയുടെ അടുത്തൊരു സിനിമ വരുന്നു, ഞാൻ പേളിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് പേളിക്ക് അത് ചെയ്യാൻ പറ്റും, പേളിനെ കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് എല്ലാവരും സിനിമ എടുക്കുന്നത് അല്ലേ? അപ്പോൾ അതുപോലെ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നു, ഓക്കെ എൻ്റെ ഒരു നല്ല പടം വന്നാൽ ഓടും, നന്നായാൽ ഓടും എന്നുള്ള ചിന്തയിലാണ് എനിക്ക് ഇവർക്കൊക്കെ ഇത്രയും സിനിമ. Your നല്ല പടം is on the way. അതിന്റെ Because ഞാൻ കുറേ കേട്ടു. I'm not even kidding, Dhyan, because കുറച്ച് ദിവസങ്ങളായിട്ട് I've been hearing great things about your next movie, Detective Ujjulan. പക്ഷേ see, I wanted to meet you also. See, ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം ഡിറ്റക്റ്റീവ് ഉജ്ജുലന്റെ കാര്യം, എല്ലാവർക്കും അറിയാം. ആൻഡ് സോഫിയ മാമിനെ എല്ലാവർക്കും അറിയാം. വീക്കെൻഡ് മൂവീസ് എല്ലാവർക്കും അറിയാം. They are hit makers. Okay. അപ്പോൾ വീക്കെൻഡ് മൂവി പോലത്തെ ഒരു ബാനർ, when they approach you, obviously അവർക്ക് സക്സസ് റേറ്റ്സ് ആർ വെരി ഹൈ. 10 പടത്തിൽ 9 പടവും ഹിറ്റാക്കുന്ന ആൾക്കാരാണ് വീക്കെൻഡ് മൂവീസ്, ആൻഡ് ദേ നോ വാട്ട് ദേ ആർ ഡൂയിങ്. ഈ ഒരു സ്ക്രിപ്റ്റ് ഡിറ്റക്റ്റീവ് ഉജ്ജുലൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, വെൻ ഇറ്റ് കെയിം ടു യു, ഒബ്വിയസ്ലി ഇതിന്റെ ഡയറക്ടേഴ്സ് ആർ ന്യൂ, ബട്ട് ദാറ്റ്സ് ഓൾസോ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്, പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവർ ആ രീതിയിൽ കുറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പുതിയ ആൾക്കാർക്ക് ഒരു പ്ലാറ്റ്ഫോം. ബട്ട് ഈ ഒരു സ്ക്രിപ്റ്റില് ധ്യാൻ കുറെ ഇൻപുട്സ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഇൻവോൾവ് ആയിട്ട് ആക്ട് ചെയ്ത ഒരു സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജുലൻ. ബിക്കോസ് യു അണ്ടർസ്റ്റുഡ് ദ സ്റ്റോറി ആൻഡ് ഇതിന്റെ ക്വാളിറ്റി, ദ മേക്കിംഗ്, എവറിഥിങ് ഇസ് റിയലി ടോപ്പ് നോച്ച്. സോ ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ് ഇൻ ദിസ് പ്രോജക്ട്? കാരണം ഞാൻ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞതിന് ശേഷമാണ്, സൂൺ ആഫ്റ്റർ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സോഫി ചേച്ചിനെ കാണുന്നത്. അപ്പോൾ സോഫി ചേച്ചി എന്നോട് വർഷങ്ങൾക്ക് ശേഷം ഇഷ്ടപ്പെട്ടു, പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നെ വിളിച്ചത് അതിനായിരുന്നില്ല. എന്നെ വിളിച്ചത് ഈ ഡിറ്റക്റ്റീവ് ഉജ്ജുലിന് വേണ്ടിയിട്ടില്ല, അവരുടെ ഒരു പ്രോജക്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ചേച്ചി ആദ്യമായിട്ട് കാണാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, ആ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഡയറക്ഷൻ എനിക്ക് ഓൾറെഡി വേറൊരു പ്ലാൻ ഉണ്ട്, അത് നമ്മുടെ ബാനറിൽ തന്നെ ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് ഡയറക്ഷൻ ഇല്ല. അപ്പം അങ്ങനെ ഞാൻ ആ ഓഫർ ഒഴിവാകാനല്ല, ഞാൻ ജെന്യുവൻ കാരണങ്ങൾ പറഞ്ഞ് ചേച്ചിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് ഓൾറെഡി ചേച്ചിയുടെ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ആ സബ്ജക്റ്റ് ഡയറക്റ്റ് ചെയ്യുമെന്നാണ് എന്നോട് ചോദിച്ചത്. അങ്ങനെ ഞാൻ കാര്യം പറഞ്ഞ് ചേച്ചി ഓക്കെ എന്ന് പറഞ്ഞ ശേഷം പോകുമ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു, നമ്മളൊരു പ്രൊജക്റ്റ് വേറൊരു കഥ ഇങ്ങനെ ധ്യാൻ അഭിനയിക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി അഭിനയിക്കാനോ ഞാനോ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ധ്യാൻ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെയാണ്. അപ്പം ഇനീഷ്യലി എൻ്റെ പേര് ഉജ്ജ്വല ചരിതം എന്നായിരുന്നു. അങ്ങനെ ഇവരുടെ ഓഫീസിൽ വെച്ചിട്ട് അല്ലല്ല, ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ കണ്ണു സംസാരിക്കുന്നു. അപ്പോൾ സെഡിനുണ്ടായിരുന്നു, മകനുണ്ടായിരുന്നു, മകൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ബ്രീഫ് ചെയ്തു. ബിക്കോസ് നേരത്തെ പേളി പറഞ്ഞ പോലെ അവർ ഭയങ്കര എന്താ പറയുക, അവർ ഭയങ്കര ഒരുമിച്ച് നിന്ന് ഒരു സിനിമ, അവർ ഗ്രൂപ്പായ ഫാമിലി, മക്കളും അമ്മയും ഭയങ്കര പാഷനേറ്റ് ആയിട്ട് അവർക്ക് കൃത്യമായിട്ട് ഈ സിനിമ അവർ 3 പേരും ഇരുന്നല്ല, മക്കളൊക്കെ ഇരുന്ന്, മക്കളും മരുമക്കളൊക്കെ ഇരുന്ന് ആ കഥ കേട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, അതിൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അവരത് ചെയ്യില്ല. അപ്പോൾ അവരത് ഒരുമിച്ച് നിന്ന് അവരെല്ലാവരും ഡിസ്കസ് ചെയ്ത് അതിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടാണ് അവരൊരു സിനിമ ചെയ്യുന്നത്. അത്രമാത്രം. പിന്നെ അവർക്കത് സക്സസ് വെറുതെ വന്നിട്ട് സിനിമ ചെയ്ത് പോകുന്ന ആ ഒരു ബാനറല്ല, അതിനെക്കുറിച്ച് 100 തവണ ആലോചിച്ച് ഇതിങ്ങനെ ഒരു സാധനം ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ പ്ലസ് അതിനെ ആൾക്കാരിലോട്ട് എത്തിക്കുന്നതും അതിൻ്റെ ക്വാളിറ്റിയിലൊരു കോംപ്രമൈസ് വരുത്താതെ, അല്ലെങ്കിൽ അത് നന്നായി തിയേറ്ററിൽ എത്തിക്കണം. ഇതൊക്കെ കാരണം അവർ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം തന്നെ അതാണ്. കാരണം ഇവിടുത്തെ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏറ്റവും സക്സസ് റേറ്റുള്ള ബാനറിന് അവർ പേരെടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം അവർ ചെയ്യുന്ന എന്തിനെന്തും ഇപ്പം ഞാൻ എപ്പോഴും ചേച്ചിനോട് പറഞ്ഞു, ചേച്ചിയുടെ പേരിലാണ് ഈ സിനിമ. ഓക്കെ, അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ വിശ്വസിച്ച് വരുന്നത് സോഫിയ പോൾ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ വീക്കെൻഡ് എന്ന് പറഞ്ഞ ബാനറിനെയാണ്. അപ്പോൾ അവരൊരു സിനിമ നമ്മളെടുത്ത് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ ചേച്ചിനോട് ചേച്ചി അതെന്താണെന്ന് വെച്ചാൽ ചേച്ചി പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചേച്ചി പറഞ്ഞു കഥയൊന്നും കേൾക്കും. ഞാൻ പറഞ്ഞു കഥയൊന്നും കേൾക്കേണ്ട കാര്യമില്ല, ചേച്ചി പറഞ്ഞാൽ മതി പറഞ്ഞു. അപ്പം ഇന്ദ്രനീൽ ആൻഡ് രാഹുൽ ഇവർ രണ്ടുപേരും വരുന്നു. ഇവർ രണ്ടുപേരും വന്ന് വെരി വെരി പാഷനേറ്റ്. ഇന്ദ്രനീൽ ആൻഡ് രാഹുൽ ഈ സിനിമയിലെ 2 ഡയറക്ടേഴ്സ് ആണ്. 2 ചെറിയ പയ്യന്മാര്, കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ പോലെ. അല്ലെ, അവർ കോളേജിൽ നിന്ന് ആക്ച്വലി പാസ് ഔട്ട് ആയി. അവര് ഡിഗ്രി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവര് വിസ്ലിംഗ് വുഡ്സ് പോയി അവിടെ പാസ് ഔട്ട് ആയിട്ട് ഇപ്പോൾ 1 വർഷത്തിന് മുകളിലായിട്ട്. അപ്പോൾ ഇവർ ഭയങ്കര ടെക്നിക്കലി, അപ്പം ഫ്രം ഡേ 1 ഓൺവേർഡ്സ് ഞാൻ അവരുടെ ഫസ്റ്റ് മീറ്റിംഗ് തൊട്ടിട്ട് ഇവർ
ഭീകര പാഷനേറ്റ് ആണ്, ടെക്നിക്കലി വെരി വെരി സൗണ്ട്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇവർ പറയുന്ന പലതും എനിക്ക് മനസ്സിലാവുന്ന പോലുമില്ല. ഇവൺ ഞാൻ ഡെയിലി വർക്ക് ചെയ്യുന്ന ആളാണ്, ഡെയിലി ഇത് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഇവർ പറയുന്ന പല പല സംഭവങ്ങളും ന്യൂ ഫോർ മീ. അപ്പം ഞാനും അതിൻ്റെ കൂടെ തന്നെ ഇവർ പറയുന്ന പല ടെക്നിക്കൽ ടേംസും പരിപാടികളൊക്കെ പഠിക്കുന്നുണ്ട്. ഐ ആം ലേണിംഗ് ആസ് വെൽ. അപ്പം ഞാൻ ഹാപ്പി ആയിരുന്നു ഇവരുടെ കൂടത്തെ ഇൻട്രാക്ഷനൊക്കെ. പിന്നെ ഇവരെന്നോട് പറഞ്ഞു, ചേട്ടാ ഒന്ന് കഥ സ്ക്രിപ്റ്റ് പറ്റുമോ? ഞാൻ പറഞ്ഞാ എനിക്ക് ഐ ആം ഹാപ്പി, നിങ്ങളിത് മോശമാക്കില്ല എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് കഥയൊന്നും വേണ്ട, ടെൽ മീ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അത് മാത്രം എനിക്ക് പറഞ്ഞു തരിക. ചേട്ടാ കഥ കേട്ടാൽ കുറച്ചുകൂടെ നന്നായി. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ, ബിക്കോസ് എനിക്ക് കേൾക്കണം എന്ന് പോലും നിർബന്ധം. ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഒന്നും ഞാൻ കഥ കേട്ടിട്ടില്ല. അപ്പൊ എനിക്ക് ആ സമയത്ത് എന്താണോ ചെയ്യേണ്ടത്, കഥ അറിയാൻ എങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുക, അതെനിക്ക് എന്റെ പ്രോസസ് അങ്ങനെയായി മാറി. ടെൽ മീ ആൻഡ് I'm very very comfortable with that. So it's like saying that you're making a curry, but you don't know which curry you're making. Appo you are telling people eduthu adakku ഞാൻ ഇട്ടോളാന്ന് പറയണ പോലല്ലേ. You should know the story, right? അങ്ങനെയല്ല. ഇപ്പൊ പേളി എന്നെ ഒരു സ്ഥലത്തേക്ക് വിളിക്കുന്നു, ഒരു കറി ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. പേളി എന്നോട് പറയാം എന്ത് കറിയാ വേണ്ട, ഞാൻ ഉണ്ടാക്കി തരും. അത്രേ ഉള്ളൂ. അപ്പൊ പേളിനെ വിളിച്ചിട്ട് ഇവിടെ എത്തിയിട്ട് ഇതാണ് ചെയ്യേണ്ടത് ആണ്. You know what you're doing. Exactly. എന്ന് വെച്ചാൽ provided you tell me what you exactly want, provided you feed me, you give all the ingredients are available. Exactly. Provided you bring everything, you give me feedback at the right time, okay, support me, and in next 3-4 days I'll pick up. Okay, ഞാൻ പഠിച്ചെടുക്കും. Okay, ഞാൻ ക്വിക്ക് ആയിട്ട് പഠിച്ചെടുക്കും. കാരണം വർഷങ്ങൾക്ക് ശേഷം ഞാൻ സെക്കൻഡ് ഹാഫിൽ മുടി പഠിച്ചിട്ട് ഞാൻ ചെയ്ത എൻറ്റയർ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഫിലിം പീപ്പിൾ ടോൾഡ് മീ യു ഡിഡ് വെൽ. ആ സാധനത്തിന്റെ കഥ ഞാൻ കേട്ടിട്ടേ ഇല്ല. മൈ ബ്രദർ കെയിം ആൻഡ് ടോൾഡ് മീ അറ്റ് ടൈംസ് ഇതാണ് ഇമോഷൻ, ദിസ് ഇസ് ദ പ്രീവിയസ് സീൻ, ദിസ് ഇസ് നെക്സ്റ്റ് സീൻ, ഇതാണ് പുള്ളി എനിക്ക് ഫീഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഈ ടെൽസ് മീ ഇൻ എ വെരി വെരി ഗുഡ് വേ ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പം അതുപോലെ ഈ പിള്ളേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എടാ ഇതാണ് എൻ്റെ പ്രോസസ്സ്, ഐ ഡോണ്ട് നീഡ് ടു നോ ദ സ്റ്റോറി, ഐ എം ഓക്കെ വിത്ത് ദിസ് എന്ന് പറയുമ്പോൾ ചേട്ടാ നോ ചേട്ടാ ഇത് പറ്റില്ല, ചേട്ടന് എല്ലാതും ഉഴപ്പണ്ട, ചേട്ടന് ഞങ്ങൾ കഥ കേട്ടു. ഇവർ കുത്തിയിരുത്തി എന്നെ കഥ കേൾപ്പിച്ചു. ദാറ്റ് വാസ് 2 weeks ബിഫോർ ദ ഷൂട്ട്. അപ്പോൾ 2 weeks ബിഫോർ ദ ഷൂട്ട് ഇവർ പറഞ്ഞപ്പോഴേക്കും ഞാൻ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സ്റ്റാർട്ട് സെയിങ് സജഷൻസ്, അല്ലെങ്കിൽ എന്നോട് ചോദിച്ച സജഷൻസ് എന്തുണ്ടോ. അപ്പം ഞാൻ കുറേ സജഷൻസ് പറഞ്ഞു. അപ്പോൾ ദേ ഗോട്ട് കൺഫ്യൂസ്ഡ്, ചേട്ടാ ഇത് ഇപ്പം ലാസ്റ്റ് മിനിറ്റ്. അപ്പോൾ ഇവർ പറഞ്ഞു, പിന്നെ ഇവർക്ക് പ്രോസസ് ചെയ്തെടുക്കാൻ അത് സമയം എടുത്തു. ഇവനോട് പറയണ്ട, അപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഭിപ്രായം പറയും. അങ്ങനെ ഞാൻ രാത്രി ഇരുന്ന്, അപ്പൊ അതുകൊണ്ടാണ് കഥ കേൾക്കാത്തത്. അതെ, ഞാൻ അഭിപ്രായം പറഞ്ഞു പോകും. Because you are too brilliant. Maybe. I am also. അതാ പ്രശ്നം. അതുകൊണ്ട് നമ്മളോട് ആരും കഥ പറയാൻ എനിക്ക് ഇഷ്ടമില്ല. കാരണം നമ്മൾ പൊതുവേ കുറ്റം പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ കഥ കേട്ടു കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇവരാകെപ്പാടെ തകർന്നു. ഞാൻ രാത്രി 1.5 മണി 2 മണിക്കൂർ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എടാ ഇതിങ്ങനെ പോയാൽ ഇങ്ങനെ ആവില്ല, ഇതെങ്ങനെയാണ്, ഇത് കഥാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഞാൻ നിങ്ങൾ ടെക്നിക്കലി ഇതായിരിക്കും, നിങ്ങൾ ഇതൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ സ്റ്റോറിയിൽ ടെക്നിക്കലി സൗണ്ട് ആണ്, പക്ഷേ കഥാപരമായിട്ട് ഈ ഏരിയയിൽ ഇങ്ങനെ വേണം, ഈ ഒരു ഹൈ പോയിന്റ് വേണം, ഇവിടെ ഇതാണ് ഡൗൺ ആണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞ് അവർക്കത് കൺവിൻസ്ഡ് ആവാനും, അത് കാരണം സോഫിയ ചേച്ചിയൊക്കെ അവിടുന്ന് വീണ്ടും ഒരു പ്രോസസ്സ് വേണ്ടി വന്നു. അപ്പോഴൊക്കെ ഇവരൊക്കെ വെച്ചു ഇവന് എന്തിനാണ് അവൻ പറഞ്ഞതല്ലേ 100 തവണ പറയണ്ട. അങ്ങനെ പക്ഷേ വെരി ഫ്ലെക്സിബിൾ എന്ന് പറയുന്ന ഒരു 10 ദിവസം മുന്നേ ആണ്. പക്ഷേ ഇവരെ ഞാൻ പറഞ്ഞ മാറ്റങ്ങളിൽ വെച്ചാൽ പ്രധാനപ്പെട്ട 1-2 സാധനങ്ങളൊക്കെ ഇവർ മാറ്റി എന്ന് വെച്ചാൽ ഏറ്റവും മെയിനായിട്ടുള്ള, അതുകൊണ്ട് വലിയ വണ്ടേഴ്സ് സംഭവിക്കുന്നൊന്നുമില്ല ഞാൻ പറഞ്ഞു. അതൊക്കെ ബേസിക് ആയിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബേസിക്. അതുകൊണ്ട് മഹാത്ഭുതം സംഭവിക്കുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ സ്റ്റിൽ ഇറ്റ് ബിക്കേം ബെറ്റർ. ഓക്കെ, obviously you belong to a family which has such a rich film background. Vineet Srinivasan, you, Srini uncle, നിങ്ങൾ എഴുതുന്നവരാണ്, ഡയറക്ടേഴ്സ് ആണ്. obviously ആ അഡ്വൈസ് വളരെ വാല്യുബിൾ ആണ് ആയിരിക്കാം. പക്ഷെ ചിലപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കഥയിൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയിൽ നമുക്ക് കഥയായിരിക്കില്ല, ഇത് വർക്ക് ചെയ്യോ ഇല്ലേ, ബിക്കോസ് യു അണ്ടർസ്റ്റാൻഡ് ഓഡിയൻസ് മച്ച് ബെറ്റർ ഐ ഫീൽ. എന്ന് വെച്ചിട്ട് എൻ്റെ സിനിമകൾ ഓടണമെന്നൊന്നുമില്ലല്ലോ. പക്ഷെ ഇത് നമ്മുടെ സ്വന്തം സിനിമയിൽ വരുമ്പോഴല്ലേ ഇത് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ നമുക്ക് വേറൊരാളുടെ കഥ കേൾക്കും, നമുക്ക് ചിലപ്പോൾ നമുക്കിത് ക്യാച്ച് ചെയ്യാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ടൊരു കഥ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഇത് ആരുമായിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്യാതെ നമ്മൾ സ്വന്തം കൺവിക്ഷൻ്റെ പുറത്ത് നമ്മൾ അതിനെ പൊട്ടിപ്പോവും. ഓക്കെ,
പക്ഷേ നമ്മളിത് പുതിയ ജനറേഷൻ ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ ഇപ്പം ലവ് ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ലേസി ആയിട്ട് എഴുതിയ സ്ക്രിപ്റ്റുകളാണ് ഞാൻ ഇതുവരെ എഴുതിയ എല്ലാം തന്നെ. ഭയങ്കര ലേസി ആയിട്ടും ഓൺ ലൊക്കേഷൻ പോയിട്ട് എഴുതുകയും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ബിക്കോസ് ഞാൻ അങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്തിരുന്നതൊക്കെ തന്നെ. അപ്പോൾ അതെൻ്റെ അപ്രോച്ചിൻ്റെ പ്രശ്നമാണ്. പക്ഷേ വേറൊരാൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് എന്നോട് സജഷൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും എൻ്റെ സിനിമയെ എൻ്റെ എഴുത്തിനേക്കാളും അല്ലെങ്കിൽ അവർക്ക് ഞാൻ വാല്യൂ കൊടുക്കാറുണ്ട്. ബിക്കോസ് അവരുടെ സിനിമ മോശമാവരുതെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പലരും എന്നോട് പലപ്പോഴും കഥ പറയാറില്ല. ഇവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ചേട്ടൻ ചോദിച്ചു വാങ്ങിച്ചു. കാരണം ഞാൻ ഏട്ടൻ്റെ പടത്തിൽ വർഷാനുശേഷത്തിൽ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് ചേട്ടനും ഞാനും തമ്മിൽ സെക്കൻഡ് ഹാഫ് എന്നോട് മതി, നീ കേട്ടത് മതി എന്ന് പറഞ്ഞിട്ട് നിർത്തിയത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്കത് ആവശ്യമായിരുന്നു എന്ന്. അപ്പം ഞാൻ ഇൻവോൾവ് ചെയ്യുന്നത് എൻ്റെ സിനിമേനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സിനിമയിൽ ഇൻവോൾവ് ചെയ്യുന്നതിൻ്റെ ഇരട്ടി ഞാൻ ഈ സിനിമയിൽ ഇവരുടെ ഒരു പാഷൻ, അല്ലെങ്കിൽ ഇവർക്ക് ഇത് നന്നാവണം എന്ന് വെച്ചിട്ട് ഈ ഒരു അഭിപ്രായം കൊണ്ട് ആ സിനിമ ഗംഭീര സിനിമയായി മാറിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വെരി വെരി വെൽ ഷോട്ട്, വെൽ മെയ്ഡ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഫിലിം, അല്ലെങ്കിൽ യു ഡോണ്ട് നോ ദ ഫേറ്റ് എന്താ നമുക്കറിയില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ പറയാം, പിള്ളേരുടെ ഫസ്റ്റ് ഫിലിം എന്നുള്ള രീതിയിൽ ഇറ്റ്സ് എ ബ്രില്യൻറ്റ് അപ്രോച്ച്, അല്ലെങ്കിൽ ബ്രില്യൻറ്റ് ബിഗിനിങ് ഫോർ ദോസ് ബോയ്സ്. ആൻഡ് 23rd ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. Can you talk about the music and the DOP, that area? രണ്ടുപേരാണ്. ഒന്ന് ബിക്കോസ് ദ ട്രെയിലറിലെ പാട്ടും ഒക്കെ അടിപൊളിയായിരുന്നു. ബിക്കോസ് വീക്കെൻഡ് മൂവി അഗൈൻ അവര് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ടെൽ us about the music, background score and everything. രണ്ടുപേരാണ് DOPs. ഒന്ന് പ്രേമും ശ്രവന്തി, പേര് എനിക്ക് പ്രൊനൗൺസ് ചെയ്തിട്ട് എനിക്ക് കറക്റ്റ് ആണെന്ന് അറിയില്ല. അവർ ഗാർഗി, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, സായി പല്ലവിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗാർഗി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, അവരുടെ ഫസ്റ്റ് മലയാളം സിനിമ. മ്യൂസിക് ചെയ്തിരിക്കുന്ന രണ്ടുപേരാണ്. ഒന്ന് സിബി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന, മറ്റേത് ആർജിനെ എല്ലാവർക്കും അറിയാം. സിബി എനിക്ക് തോന്നുന്നു മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ഒക്കെ സിബി ആയിരുന്നു തോന്നുന്നു. പേരും എൻ്റെ കറക്റ്റ്, കാരണം സിബി ഞാൻ പരിചയപ്പെട്ടില്ല. അപ്പോൾ ഇതാണ് മെയിൻ ടെക്നിക്കൽ ടീം. എഡിറ്റർ ഓഫ് കോഴ്സ് ചമൻ ചാക്കോ. അപ്പം ലൈക്ക് വീക്കെൻഡ് വരുന്ന സമയത്ത് ഇറ്റ്സ് സപ്പോർട്ട് സിസ്റ്റം. അവർ ആക്ച്വലി ദേ മേക്ക് ഷുവർ ഇങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ അവർ സൗണ്ട് ആയിരിക്കണം എന്ന് അവർ നിർബന്ധം. ആ ക്വാളിറ്റി ആ സിനിമക്ക് ഉണ്ട്. ഓക്കെ, നമ്മുടെ പ്രീവിയസ് സിനിമകളൊക്കെ നോക്കുന്ന സമയത്ത് ക്വാളിറ്റി വൈസ് ഇറ്റ്സ് ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ വെൽ മെയ്ഡ്, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ ബഡ്ജറ്റ് വൈസ്. എന്നുവെച്ചാൽ ഇങ്ങനൊരു ബഡ്ജറ്റിൽ ഞാൻ പറയുന്നത് ഭയങ്കര വലിയ ക്യാൻവാസിലെടുത്ത സിനിമയല്ല ആക്ച്വലി. ഇറ്റ്സ് എ ബിഗ് ഫിലിം, ഇറ്റ് ലുക്സ് ബിഗ്. ഓക്കെ, സോ വെൽ പ്ലാൻഡ് ആൻഡ് വെൽ മെയ്ഡ് ആണ്, മനസ്സിലായില്ലേ? സോ അതൊക്കെ അവരുടെ എക്സ്പീരിയൻസ് എന്ന് അവർ പ്ലാൻ ചെയ്തതാണ്. ഇത് വീക്കെൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിട്ടുള്ള അവർ പ്രീവിയസ് സിനിമകളിൽ നിന്നും ഒക്കെ ഗെയിൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് അവർ ഇതിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അവർ കൃത്യം പറഞ്ഞ ദിവസത്തിനേക്കാളും 2 ദിവസം മുന്നേ തീർത്ത സിനിമയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഇറ്റ്സ് എ തിയേറ്ററിക്കൽ വാച്ച്, അല്ലെങ്കിൽ ഒരു ഗുഡ് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന സിനിമയായിരിക്കും. യെസ്. ആൻഡ് സോഫിയ മാം ധ്യാന്റെ റോളിനെ കുറിച്ച് പറയുന്നത്, സോ ഐ ആസ്ക്ഡ് ഹിം എങ്ങനെയുണ്ട് മൂവി. അപ്പം ഇറ്റ്സ് ലൈക്ക് ഒരു ത്രില്ലറാണ്, മിസ്റ്ററി ആണ്, മർഡർ മിസ്റ്ററി ആണ്. ആൻഡ് ഹി പ്ലേസ് എ വെരി, ബിക്കോസ് ടെൽ മീ അബൌട്ട് യുവർ ക്യാരക്ടർ. എന്താണ് ഉഗ്രൻ ഉജ്ജ്വലൻ എന്നുള്ള പേര് വരാൻ? ബിക്കോസ് ഈ സിനിമ ഇസ് ബേസ്ഡ് ഔട്ട് ഓഫ് യുവർ ക്യാരക്ടർ അല്ല, ധ്യാന്റെ ക്യാരക്ടറാണ് ഈ സിനിമയുടെ പേര്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ്. ടെൽ us about your role in the movie. ഉജ്ജ്വലൻ ഈസ് ബേസിക്കലി നാട്ടുംപുറം. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഭയങ്കര, ഇത് പ്രോപ്പർ എന്താ പറയണ്ടത്, എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള, അല്ലെങ്കിൽ പ്രോപ്പർ എന്താ പറയണ്ടത്, സ്ട്രിക്ട്ലി മെയ്ഡ് ഫോർ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിനിമയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് സിനിമയാണ്, ഫോർമുല സിനിമയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാട്ടുംപുറത്ത് ഇപ്പം ടൊവിയുടെ മിന്നൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ റൂറൽ സൂപ്പർ ഹീറോ. അതിൻ്റെ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതൊരു ഏർബൻ സെറ്റിങ്ങിൽ, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ ആണെങ്കിൽ പീപ്പിൾ കമ്പയർ സ്പൈഡർമാൻ, സൂപ്പർമാൻ, അല്ലെങ്കിൽ സെറ്റിംഗ് ആണ് ഇതിന്റെ സിനിമേനെ വ്യത്യസ്തമാക്കുന്നത്. സെറ്റിംഗ് എന്താണ്? റൂറൽ സെറ്റിംഗ്. അപ്പൊ റൂറൽ സെറ്റിങ്ങിൽ ഒരു ഷെർലക് ഹോംസും ഒരു നാട്ടുംപുറത്ത് ഒരു സീരിയൽ കില്ലറും. അതാണ് അതിൻ്റെ അകത്തുള്ള സെല്ലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. നാട്ടുംപുറത്തെ ഡിറ്റക്റ്റീവും നാട്ടുംപുറത്തെ പ്രത്യേകിച്ച് ഒരു ഫിക്ഷണൽ ഗ്രാമം, ഇങ്ങനൊരു യൂണിവേഴ്സ്, മിന്നലിൻ്റെ പോലത്തെ സെയിം യൂണിവേഴ്സ്, അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമത്തിൽ ഇങ്ങനത്തെ കുറച്ച് ഓവർ ദ ടോപ്പ് കാരിക്കച്ചറിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സീരിയൽ കില്ലർ വരുമ്പോൾ ഉണ്ടാവുന്ന രസങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള ത്രില്ലും. ഓക്കെ, ഇതാണ് ആ സിനിമയുടെ ആകത്തുക. ബാക്കി നമ്മൾ കഥ
നത്തിങ് ഗ്രേറ്റ് ഓർ അല്ലെങ്കിൽ ഭയങ്കര വലിയ കഥയോ അല്ലെങ്കിൽ ഭയങ്കര വലിയ ഇതൊന്നും ഉള്ളതല്ല. നമുക്ക് മനസ്സിലാവും നറേഷനിലാണ്. അതിന്റെ മേക്കിങ്ങിലും അതിന്റെ ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഒരു സൂപ്പർ ഹീറോ സിനിമയിൽ നമുക്കറിയാലോ അതിലെ ഫോർമുല എന്താണ്. ഇയാൾക്ക് ഇപ്പൊ സൂപ്പർ പവർ കിട്ടും, ഇയാൾ റെസ്ക്യൂ ചെയ്യും, വില്ലൻ വരും. ആ എല്ലാ ഫോർമുലകളും റൈറ്റ്ലി പ്ലേസ്ഡ്. അപ്പോൾ ഇതിനെ നന്നായിട്ട് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം സിനിമകൾ. ഇത്തരം സിനിമകൾ നന്നായിട്ട് മേക്ക് ചെയ്യുക, നന്നായിട്ട് പാക്ക് ചെയ്യുക, നന്നായിട്ട് സ്കോർ ചെയ്യുക, നന്നായിട്ട് ആൾക്കാരിലേക്ക് പ്രസന്റ് ചെയ്യുക. ഓക്കെ, അത് തന്നെയാണ് മിന്നലിന്റെ സെയിം സ്വഭാവത്തിൽ വരുന്ന സിനിമയാണ് ഉജ്ജ്വലൻ. അതേ യൂണിവേഴ്സിൽ പെടുന്ന ഒരു സിനിമ. സോ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ആക്ച്വലി ഭയങ്കര വലിയ ട്വീക്സോ സർപ്രൈസസിന് അപ്പുറം ഇറ്റ്സ് എ ഫിലിം ദാറ്റ് യു ക്യാൻ ആക്ച്വലി പ്രെഡിക്റ്റ്. ഇതിന്റെ ഫോർമുലകളൊക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷെ റൈറ്റ്ലി പ്ലേസ്ഡ് ആൻഡ് വെൽ മെയ്ഡ് ആൻഡ് വെൽ പാക്ഡ്. റിയലി എക്സൈറ്റഡ് ഫോർ ദിസ് മൂവി ബിക്കോസ് എനിക്ക് ഇതിന്റെ ഫോളോ ചെയ്യുന്ന ഈ യൂണിവേഴ്സിൽ ഞാനുണ്ട് ഗൈസ്. യെസ്, അത് വലിയ കാര്യമില്ല, ഒരു കൈഡിയ ഇന്ന് കൈഡിയ. കാരണം ഇത് അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കണേ ഞാൻ പറയാം. ഞാനും ശ്രീനിക്കും ഒരു കാരവൻ തന്നു. അപ്പൊ അപ്പുറത്ത് ആരാ നമ്മളിങ്ങനെ ചോദിക്കുമല്ലോ, അടച്ചിട്ടിരിക്കണം ബാക്കി സൈഡ്. ഞാൻ പറഞ്ഞു അപ്പുറത്ത് ആരാ വലിയ ധ്യാൻ വന്നതും പറയൂ എപ്പോഴെത്തിയതൊക്കെ യു ആർ സോ ചിൽ. ലൈക്ക് അത് കഴിഞ്ഞ് സെറ്റ് ഇറ്റ് വാസ് സോ നൈസ് ടു മീറ്റ് യു ദയർ. അപ്പൊ ഞങ്ങൾ കാണുന്ന സമയത്ത് ഒരു മരത്തിന്റെ അടിയിൽ കുറെ അപ്പന്മാരുടെ കൂടെ യു ആർ പ്ലേയിങ് സം ഗെയിം, ഒരു ശരിക്കും ഒരു നാട്ടുമ്പുറം സെറ്റപ്പിന്റെ ഒരു സീനും. And you should tell us about your character. What is your role in this universe? ഇതൊരു യൂണിവേഴ്സ് ആണല്ലോ. ആ യൂണിവേഴ്സ് വീക്കെൻഡ് മൂവീസ് തന്നെ ഒരു യൂണിവേഴ്സ് ആണ് അവർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. സോ അവരുടെ എല്ലാ സിനിമകളിലും ഒരു കണക്ഷൻ ഉണ്ട്. എല്ലാം അടുത്തടുത്ത് നടക്കുന്ന ഓരോ വില്ലേജസിന്റെ പേരിൽ നടക്കുന്നത്. ഇപ്പം മിന്നൽ മുരളിയില് നടക്കുന്ന ആ ലൊക്കേഷൻ, നിങ്ങളുടെ വില്ലേജിന്റെ പേരെന്താണ്? പ്ലാച്ചിക്കാവ്. അപ്പൊ അതേപോലെ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ലിങ്ക് ഉള്ള ഒരു lead to maybe the next project. Yeah, നമ്മുടെ zombie movie അത് പറയാം, അത് ഓൾറെഡി അനൗൺസ്ഡ് ആണ്. സോ ആ zombie മൂവിയിലേക്കുള്ള ഒരു കണക്ഷൻ ഇതിൽ ചെറുതായിട്ട് me and Srini both of us are there in the movie. നിങ്ങളാണ് ലീഡ് ചെയ്യുന്നത്, മെയിൻ ലീഡ് ആർട്ടിസ്റ്റ് അല്ലേ? നിങ്ങളുടെ സിനിമയാണ്. I am so nervous because എനിക്ക് ഞാൻ കുറേ നാളായിടോ ഒരു സിനിമയിൽ ലൈക്ക് മുഖം കാണിച്ചിട്ട് കുറേ നാളായി. അപ്പൊ എനിക്ക് സിനിമ ഐ ഓൾസോ സിനിമ ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ബിക്കോസ് നല്ല പ്രായത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ ആരും വന്നില്ല. അതായത് ഒരു ഏജ് ഉണ്ടല്ലോ ഫോർ എ വുമൻ ബി ലൈക്ക് എൻ ഹീറോയിൻ. ആ ഏജിലൊന്നും ഐ വാസ് ബിസി ഡൂയിങ് മൈ ആങ്കറിങ്. So ഒരു ആങ്കർ ആവുമ്പം obviously nobody calls you for a movie. They her face is too similar, I mean familiar. I never got those kind of calls. But always wanted to be an actor. Like I always loved acting and kannadil mumbil enna oro scenes act cheya. I used to love that. പക്ഷേ ഈ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ചമ്മൽ ഉണ്ടല്ലോ, that has always been there. ഇതൊക്കെ മനസ്സിലാണ് നമ്മുടെ പ്രായം. Another thing I'll tell you why. Because I have 2 children. 2 പിള്ളേരുള്ളപ്പം ഡെഫിനറ്റ്ലി മൂവി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. ഇറ്റ്സ് നോട്ട് ഈസി. ലൈക്ക് ഇപ്പൊ ഞാൻ ഈ എപ്പിസോഡ് ചെയ്ത് ഐ എം ഗോയിങ് ബാക്ക് ടു മൈ കിഡ്സ്. ഇത് 4 മണിക്ക് ഷൂട്ട് എന്ന് പറഞ്ഞാൽ 4 മണി ഒരു 2 മണിക്ക് വരിക, മേക്കപ്പ് ചെയ്യുക. I'm relaxed actually. പക്ഷെ സിനിമ അങ്ങനെയല്ല. You have to prepare yourself. ആ സിനിമ ഒരു 30-40 days ആണ്. ആ 40 days you have to dedicate it for that movie. അതിന്റെ ലൊക്കേഷൻ ചിലപ്പോൾ ഡേ ആൻഡ് നൈറ്റ് ഷൂട്ട് ആയിരിക്കും. So as a mother I feel പടം വേണ്ട. Like let's just stick on to this and I love the freedom. കരീന കപൂർ നമ്മൾ കാണുന്ന എത്രയോ ഹിന്ദിയിലൊക്കെ, നയൻതാര ഫോർ എക്സാമ്പിൾ, ഇവരൊക്കെ but they've always done movies. ഞാൻ അങ്ങനെ ഒരു മൂവിന്ന് വന്ന ആളല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. Anyways, they'll be happy about it, no? When your kids, they might see me as a എന്തിനാ അവരൊക്കെ എന്തിനാ ഒരു പക്ഷേ whatever I have seen അല്ലെങ്കിൽ ആ സീനിൽ വന്നപ്പോ you were so comfortable. അന്നത്തെ ദിവസം ഇതൊന്നും തന്നെ ഫീൽ ചെയ്തില്ല, എനിക്ക് ഫീൽ ചെയ്തില്ല. because we enjoy doing it. അത് ഒരു 1 day shoot ഉണ്ടായിരുന്നുള്ളൂ. Still yeah, it was nice. Anyway, hopefully I have not seen it. അതിന്റെ പ്രീമിയറിന് ഞാൻ വരുന്നുണ്ട് 22nd. Let's see, are you going to be there? Sophia ma'am said it was your idea.
to keep a ഐഡിയ premiere. ഞാൻ കൊടുക്കാറുള്ളൂ. ഞാൻ മുങ്ങും. You're not going. I don't know, I'm thinking. You should come. And നമുക്ക് we'll definitely see. You know what, Dhyan, ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ I really thought it's gonna be like ചുമ്മാ കിടന്ന് അങ്ങോട്ട് ടക്ക് ടക്ക്. But I don't know why I became a good listener in your episode, I feel, because I'm seeing another side to you which I never saw before. Because Dhyan എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു ഇമേജ് എന്ന് വെച്ചാൽ you are that, but you have another layer which is so knowledgeable. Like you're very intelligent and know other share, and you're such a good human. I think that's also there. The fact that you want to help people. അതായത് സ്വയം ഒരു കളിയാക്കാനായിട്ടൊക്കെ റെഡിയാണ്. ഇഫ് ദാറ്റ് ക്യാൻ മേക്ക് അനദർ പേഴ്സൺ ലാഫ്, ഐ തിങ്ക് ദാറ്റ്സ് എ ഗ്രേറ്റ് ക്വാളിറ്റി. എങ്ങനെയാണ് ഒരാളെ ചിരിപ്പിക്കാൻ പറ്റുന്നത്? ഐ ഡോണ്ട് നോ. അത് ഒരു ടാലന്റ് ആണ്, ഒരു ഗിഫ്റ്റാണ് ആക്ച്വലി, ആൻഡ് യു ഹാവ് ദാറ്റ് ഗിഫ്റ്റ്. അല്ല, അത് ദാറ്റ്സ് വാട്ട് ഐ ബീൻ ഡൂയിങ് ഫോർ ഇയേഴ്സ് നൗ. ഇപ്പം ഞാൻ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, അച്ഛൻ ഒരു സദസ്സിൽ വന്നു കഴിഞ്ഞാൽ അച്ഛൻ അവിടെയുള്ള ആൾക്കാരെയൊക്കെ കയ്യിലെടുത്തൊരു തമാശ പറഞ്ഞ് ഒന്ന് ലൈറ്റാക്കി ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് ചെയ്യുന്നത്. പക്ഷെ അച്ഛൻ പിന്നെ കുറച്ച് കഴിയുന്ന സമയത്ത് ചില തമാശകൾ, അച്ഛൻ്റെ തമാശകൾ ചിലപ്പോൾ പിന്നീട് വേദന ഉണ്ടാക്കുന്ന തമാശകൾ. ഇപ്പം നമ്മൾ തമാശ പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ തമാശ പറയുമ്പോൾ നമ്മൾ വേറൊരാളെ കളിയാക്കിക്കൊണ്ടൊക്കെ ആയിരിക്കും പല തമാശകളുണ്ടാവുക. ഇപ്പം നമ്മൾ കൂട്ടുകാരോടെ ഇരിക്കുന്ന സമയത്തും സുഹൃത്തുക്കളോടെ ഇരിക്കുന്ന സമയത്തും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജിൽ വെച്ച് ഞാൻ ദിലീപേട്ടനെ കുറിച്ച് ഞാനിങ്ങനെ ഒരു തമാശ പറയണം. അപ്പം നമ്മൾ തമാശ പറയുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ തമാശ പലപ്പോഴും പലരും കളിയാക്കിക്കൊണ്ടുള്ള തമാശകളാണല്ലോ. നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ പറയും, നമ്മളെ സ്വയം ട്രോൾ ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് വേറെ ആളെ കളിയാക്കിയിട്ട് നമ്മളെ തമാശ പറയും. അപ്പോൾ അത്തരം തമാശകൾ പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ്റെ തമാശകൾ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള, ചെറുപ്പം മുതൽ ശ്രദ്ധിച്ചിട്ടുള്ള, ചില സമയത്ത് എവിടെയെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാവും ആൾക്കാർ, എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുന്ന സംഭവം വെച്ചാൽ, ഞാൻ തമാശ പറയും, കളിയാക്കും, അതോടൊപ്പം തന്നെ രണ്ടു വാക്ക് പൊക്കിയും പറയും. എന്ന് വെച്ചാൽ നമുക്ക് അവരോട് റെസ്പെക്ട് ഇല്ല എന്നുള്ളതുണ്ട്. ഇറ്റ്സ് ഓൾ ഫൺ. അങ്ങനെ നമ്മൾ തമാശ പറയുമ്പോൾ നമ്മൾ ഉറപ്പുവരുത്തുന്ന സാധനം വെച്ചാൽ, നമ്മളും അദ്ദേഹം തമ്മിൽ ആ ഒരു റാപ്പ് ഉണ്ടോ എന്നുള്ളതും, നമ്മൾ അദ്ദേഹം തമ്മിൽ ഫ്രീഡം ഉണ്ടെന്നുള്ള ബോണ്ടിങ് ഉണ്ടെന്നുള്ളത്. ഞാൻ സ്റ്റേജിൽ വെച്ച് ദിലീപേട്ടനോട് തമാശ പറഞ്ഞപ്പോൾ അത് ഞാൻ പിന്നീട് കുറേ ഇതിനകത്തൊക്കെ കണ്ടു. ദിലീപേട്ടനെ ഞാൻ കളിയാക്കിക്കൊണ്ട് പറയുന്ന പോലെ, ദിലീപേട്ടനെ ഞാൻ സൈഡാക്കി എന്നൊക്കെ ഞാൻ കുറെ കാണുന്ന സമയത്ത് അത് അങ്ങനെയല്ല. ഐ ഹാവ് ദാറ്റ് കംഫർട്ട് വിത്ത് ഹിം, ഐ ഹാവ് ദാറ്റ് ബോണ്ടിങ് വിത്ത് ഹിം. ഹി ഈസ് ഓക്കെ വിത്ത് ഇറ്റ്, ഐ ആം ലൈക്ക് ഹി ഈസ് ഓക്കെ വിത്ത് ഇറ്റ്. എനിക്ക് ഐ എം ഓക്കെ വിത്ത് ഇറ്റ്, ഹി ഈസ് ഓക്കെ വിത്ത് ഇറ്റ്, ഹി എൻജോയ്സ് ഇറ്റ്. ആ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ ഈ തമാശ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു കംഫർട്ട് ലെവൽ നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന, നമ്മൾ കളിയാക്കുന്ന തമാശ പറയുന്ന ഒരാളുമായിട്ട് നമുക്കില്ലെങ്കിൽ നമ്മൾ ആ തമാശ പറയാനേ പോവരുത്. നമ്മൾ കളിയാക്കാനും പാടില്ല. അല്ലെങ്കിൽ ആ കളിയാക്കുന്നതിനെ ആൾക്കാർക്ക് വേദന ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ പലപ്പോഴും നമ്മൾ തമാശകൾ അല്ലെങ്കിൽ കാര്യം ചിരിപ്പിക്കുന്ന സംഭവങ്ങൾ പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വേറൊരാളെ കളിയാക്കിക്കൊണ്ട പല തമാശകൾ നമ്മൾ പറയാം. പക്ഷെ ആ സദസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അത് അവൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയാൻ കളിയാക്കുകയാണെങ്കിൽ ഇടയ്ക്ക് അവനെ രണ്ട് വാക്ക് നല്ല വാക്ക് പറഞ്ഞൊന്ന് പൊക്കിയും വിട്ടേക്കണം. തടവിയും കൊടുക്കണം. അതൊരു മനസ്സിലാവുന്നുണ്ട്. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് ഫ്രണ്ട്സിന്റെ ഇടയിൽ. പക്ഷെ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ പലരുടെ ലൈഫിൽ ഒരു ഫിൽറ്റർ വരും. ഇപ്പം ഞാൻ ചെയ്യുന്നത് തന്നെ ആയിരിക്കും പലരും ലൈഫിൽ ചെയ്യാം. പക്ഷെ യു ബിക്കം സോ കംഫർട്ടബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. ഐ തിങ്ക് ദാറ്റ്സ് ഓൾസോ എ പോയിന്റ്. യു ആർ നോട്ട് സ്കേർഡ് ഓഫ് മീഡിയ. അങ്ങനെ ഇത് ചെറിയ ട്വീക്കാ, ഇത് തിൻ ലൈനപ്പുകൾ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ തമാശ പറയുന്ന സമയത്ത് തന്നെ ഞാൻ തന്നെ ഒന്ന് ചിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അത് ഹേറ്റഡ് ആവും, വെറുപ്പായി പോകും ആൾക്കാർക്ക് നമ്മളോട്. പിന്നെ അയാൾ നമ്മളോട് ജീവിതത്തിൽ സംസാരിക്കില്ല. പ്രത്യേകിച്ച് നമ്മളൊരാളെ എന്തെങ്കിലും ഒരു കളിയാക്കിക്കൊണ്ട് പറയുമ്പോൾ, ആ സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ അത്തരം തമാശകൾ പറയരുത്. പിന്നെ നമ്മൾ എന്തെങ്കിലും പറയണത്തിന്, പ്രത്യേകിച്ച് സദസ്സിലോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലോ തമാശ അവരത് ആസ്വദിക്കുന്നില്ല നമ്മളത് പറയും. ഞാൻ അമ്മേനെ കുറിച്ച് പല തമാശകളും പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ. അത് അമ്മ ആസ്വദിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഞാൻ സ്റ്റോപ്പ്. ബിക്കോസ് അമ്മക്ക് വീട്ടിലും നാട്ടിലൊക്കെ ഭയങ്കര ഒരു പവർ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി, കോമഡി പീസായി പോയി. അപ്പോൾ അമ്മ അത് ആസ്വദിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്നെ പറഞ്ഞ് മേലെ അങ്ങനെ സങ്കടപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഒരിക്കലും ഞാൻ അതുകൊണ്ട് ഫുഡൊക്കെ തരുന്നുണ്ട്. അത് മെലിഞ്ഞു പോയി വന്നു. അപ്പൊ അവിടെ നമ്മളത് അവസാനം. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു എല്ലാവർക്കും ചിരിപ്പിക്കാന്ന് വെച്ചിട്ട് നമ്മളിതിന് ആക്ച്വലി ഉണ്ടല്ലോ,
നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഒന്ന് എന്ത് പറയണം എന്നൊരു സ്റ്റേജിൽ കയറുന്ന സമയത്തും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോളേജിൻ്റെ ഇവൻറ്റിന് പോയി, സ്കൂളിൻ്റെ ഒരു ഇവൻറ്റിന് പോയി. ഓക്കെ. ആ ഇവൻറ്റിന് പോയ സമയത്ത് ആ ഇവൻറ്റിൽ MLA-മാരുണ്ട്, മറ്റേ മെത്രാനുണ്ട്, ഒരു വലിയ MGM സ്കൂളിൻ്റെ ഒരു ഇവൻറ്റാണ്. അപ്പം എല്ലാവരും ഉണ്ട്. മറ്റേ മലപ്പുറത്തുള്ള തങ്ങളുണ്ട്. അപ്പം എല്ലാവരും ഉണ്ട്, വലിയ സദസ്സാണ്. അപ്പം അവിടെ ഞാൻ അവിടുത്തെ ഏറ്റവും കുഞ്ഞ് ആളും അവരൊക്കെ വലിയ എക്സ്പീരിയൻസും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും. മൂവി ഇൻഡസ്ട്രി റെപ്രസെന്റ് ഞാൻ ഒരാൾ മാത്രം. MGM സ്കൂൾ അറിയായിരിക്കും. അപ്പോൾ MGM സ്കൂൾ ഞങ്ങളുടെ അച്ഛൻ്റെ സുഹൃത്താണ് പുള്ളി. അങ്ങനെ അങ്കിള് എൻ്റെ പരിചയമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ സ്കൂളുണ്ട്. ഇവരൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ആ സ്കൂൾ അവിടെ ആദ്യമായിട്ട് തുടങ്ങിയ സ്കൂളാണ്, പുതിയതായിട്ട് തുടങ്ങുക അവരാദ്യമായിട്ട്. അപ്പോൾ ഈ സ്കൂളിൻ്റെ എല്ലാവരും പറയുന്ന എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതിനെക്കുറിച്ചൊക്കെ സീരിയസ് ഡിസ്കഷൻ നടക്കുന്നു. അപ്പം ഞാൻ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഐ ഡോണ്ട് ബിലോങ് കാറ്റഗറി ബിലോങ്. ഇവരൊക്കെ everyone are talking about the importance of education, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകണം, പഠിക്കണം, how to be a good human, ഇതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം my turn came and I didn't know what to say. So I was, നമ്മൾ ഇങ്ങനത്തെ സ്റ്റേജിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യും അക്കോർഡിംഗ് ടു ദ വെന്യൂ, അല്ലെങ്കിൽ എന്ത് പറയണം എന്ന് പറയും. ഞാൻ ആക്ച്വലി ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഞാൻ എന്ത് പറയും. ഓക്കെ, ദ ഓൺലി തിങ് ഐ നോ ഇസ്, അല്ലെങ്കിൽ വാട്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എൻ്റെ വീടിനടുത്താണ് ഈ MGM എന്ന് പറഞ്ഞ സ്കൂൾ. ഓക്കെ, സോ ഐ സ്റ്റാർട്ടഡ് ദിസ് തിങ് സേയിങ് എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട് MGM സ്കൂളിനോട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ 1988-89 കാലത്തിൽ എൻ്റെ അച്ഛൻ കണ്ണൂരിൽ ഒരു വീട് പണിതു. എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് വീട് പണിതു. അതിന് വിനീത് എന്ന് പേരിട്ടു. ആ വീട് ഒരു ലാൻഡ്മാർക്കായിരുന്നു. ഓക്കെ, കാരണം ശ്രീനിവാസന്റെ വീട് കാണാൻ പല സ്ഥലത്തുനിന്നും ആൾക്കാർ വരും. അങ്ങനെ എൻ്റെ അച്ഛൻ അങ്ങനെ വിചാരിച്ചു, നടനായി എൻ്റെ അച്ഛൻ പേരെടുത്ത് തന്നെ. എൻ്റെ അച്ഛൻ ഭയങ്കര വലിയ അഹങ്കാരിയായിരുന്നു ആ സമയത്ത്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു വീട് പണിതു. തൃപ്പൂണിത്തുറ ചോറ്റാനിക്കരൊക്കെ അടുത്തൊരു വീട് പണിതു. വീട് പണിതതിന് ശേഷം ഇപ്പോഴും ഈ വീട് ഇന്നേ വരെ ഒരു ലാൻഡ്മാർക്ക് ആയിട്ടില്ല. ഇന്നും കഴിഞ്ഞ ദിവസം വരെ ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അച്ഛൻ പറയുന്നത്, എടാ MGM സ്കൂള് കഴിഞ്ഞിട്ട് നേരെ തിരിയുമ്പോൾ റൈറ്റിലോട്ട് തിരിയുന്ന വീട്, MGM സ്കൂള് കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് തിരിയുന്ന വീട്. എൻ്റെ അച്ഛനൊരു മേൽവിലാസം ഉണ്ടാക്കി തന്നതിന് ഒരുപാട് നന്ദി. ഓക്കെ, അഹങ്കാരിയായിരുന്ന എൻ്റെ അച്ഛനെ ഒരു മനുഷ്യനാക്കി തന്ന MGM സ്കൂളിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ കോൺവെർസേഷൻ നിർത്തിയത്. അത്രയും കാലം വർഷങ്ങൾക്ക് മുന്നേ 88 കാലഘട്ടത്തിൽ ലാൻഡ്മാർക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വീട്. ഇപ്പോഴും MGM സ്കൂളിനടുത്ത് നിൽക്കുന്ന ശ്രീനിവാസന്റെ വീട്. ഇത് ഞാൻ ഉണ്ടാക്കിയ കള്ളക്കഥയാണ്. ഓക്കെ, അല്ല, പക്ഷെ വഴി പറയുമ്പോഴും എൻ്റെ അമ്മ പറയാറുണ്ട് MGM സ്കൂളിൽ. പക്ഷെ അച്ഛൻ ഇതുവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ചുമ്മാ ഒരു കമേഴ്ഷ്യൽ എലമെന്റ് ട്വീക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ കോൺവെർസേഷൻ എന്താണ് ഞാൻ അവസാനം പൊക്കി പറഞ്ഞത്? MGM ഒരു ലാൻഡ്മാർക്കാണ്. ആ സ്ഥലത്ത് ലാൻഡ്മാർക്ക് ആവേണ്ടത് ആ സ്കൂളാണ്. അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ അച്ഛൻ ഒരു മേൽവിലാസം ഉണ്ടാക്കി തന്ന MGM-നോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ. യു സ്റ്റോൾ ദ ഷോ മാൻ. ഇതൊരു 4 വാക്കിൽ ഞാൻ നിർത്തി, താങ്ക് യു എന്ന് പറഞ്ഞാൽ നിർത്തി. ബാക്കി 3/4 മണിക്കൂർ പ്രസംഗിച്ച എഡ്യൂക്കേഷനെ പറ്റി, ഇമ്പോർട്ടൻസിനെ കുറിച്ച്. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എനിക്ക് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയാൻ യാതൊരു ഇതില്ല. പാതി വഴിയിൽ എഡ്യൂക്കേഷൻ നിർത്തിയ ഒരാളാണ് ഞാൻ. ഓക്കെ, അതിനെക്കുറിച്ച്, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചോ സിഗ്നിഫിക്കൻസിനെ കുറിച്ചോ എനിക്ക് പറയാൻ അർഹതയില്ല. ഓക്കെ, പാതി വഴി നിർത്തിയത് കൊണ്ടും അത് പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ള ഇതാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഈ 4-5 വാക്കിൽ ഞാൻ ഒതുക്കി. അപ്പോൾ അവിടെ this is your presence of mind. എക്സാക്ട്ലി. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ ആ സമയത്ത് നമ്മുടെ ആലോചനകൾ, നമ്മൾ എന്ത് പറയണം, ചില സ്ഥലങ്ങളിൽ എന്താണ്, ഇവിടെ എന്ത് പറയണം പറയണ്ട, പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ പറയണ്ടാത്തത് നമ്മൾ പറയാറുണ്ട്. അല്ലേ, അബദ്ധം പറ്റും. കാരണം എല്ലാ സ്ഥലത്തും, എല്ലാ വേദിയിലും, എല്ലാ സദസ്സിലും നമുക്കെല്ലാം പറയാൻ പറ്റില്ല. അപ്പോൾ പാളിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ആ പാളിതിനെ അംഗീകരിച്ചിട്ട് അന്നത്തെ രാത്രി ഇരുന്നിട്ട് എല്ലാ റിയാക്ഷനും കാണുക, അത്ര എളുപ്പം അത് മറക്കാം. സോ ബട്ട് കോൺസ്റ്റന്റ് എഫേർട്ട് ഈസ് ടു മേക്ക് പീപ്പിൾ ഹാപ്പി, ലാഫ്. അല്ലെങ്കിൽ ദ കോൺസ്റ്റന്റ് തിങ് ഇസ് എവിടെ പോലും നമ്മൾ നിൽക്കുന്ന ഒരു സദസ്സ് സ്പ്രെഡ് സം ലൈറ്റ്, അല്ലെങ്കിൽ സ്പ്രെഡ് സം എന്തെങ്കിലും ചിരി പടർത്താൻ പറ്റുമോ. അത് കോൺസ്റ്റന്റ് ആയിട്ട് വർഷങ്ങളായിട്ട് ആ ചിന്ത മനസ്സിലുണ്ട്. നമ്മൾ എവിടെ പോയാലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന എനർജി സന്തോഷമായിരിക്കണം. അതിൽ അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് ചിരിപ്പിക്കാനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണ്, അത് വലിയ കാര്യമെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അത് നിരന്തരമായിട്ട് ആ ചിന്തയുള്ളത് കൊണ്ട് എപ്പോഴും ആലോചിക്കും. എപ്പോഴും ആലോചന ഉണ്ട്, എന്ത് പറയാം, അല്ലെങ്കിൽ എന്ത് പറഞ്ഞു. അത്രേ.
Anyway, thank you so much, Dhyan. Thank you. I think this is such a brilliant session with you. എനിക്കിനി ഐ വോണ്ട് ഷോ യു സംതിങ് ബിക്കോസ് ഇപ്പൊ ഇത്രയും ഓഡിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് എന്താ പറയാനുള്ളതും കൂടി നമുക്കൊന്ന് കേൾക്കാം. സോ മൈ ജി പ്രസൻസ് പേർലിമാണി ഷോയില് ഇനി അടുത്തതായിട്ട് ഒരു പബ്ലിക് ഒപ്പീനിയൻ ആണ്. സോ ലെറ്റ്സ് ലിസൺ ടു ദാറ്റ്. ധ്യാൻ ശ്രീനിവാസിന്റെ ഇന്റർവ്യൂസ് ആണ് നമ്മള് ടെസ്റ്റ് ബസ്റ്ററിൽ കാണാറുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി തിരയാണ്. അതിനകത്ത് നല്ല ആക്ടിംഗ് ആയിരുന്നു. ആദ്യം ഇഷ്ടപ്പെട്ട കുഞ്ഞിരാമത്തിലൂടെ ആളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ധ്യാൻ നൈസ് ഒരു ആക്ടറാണ്, ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആക്ടറായിട്ടാണ് തോന്നുന്നത്. പുള്ളിയുടെ തഗ്ഗൊക്കെ നൈസാണ്. He's an actor that deserves much more appreciation. എനിക്ക് ധ്യാൻ ശ്രീനിവാസന്റെ കുഞ്ഞിരാമായണമാണ് ഇഷ്ടം. അതിലവരുടെ കോമ്പിനേഷൻ ഒക്കെ നല്ല രസം, കൂട്ടുകാരുടെ ഒക്കെ കൂടെ നല്ല രസം കാണാൻ. ധ്യാൻ ശ്രീനിവാസന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുകയാണെങ്കിൽ അടികപ്പിയറെ കുട്ടമണിയൊക്കെയാണ്. ധ്യാൻ ശ്രീനിവാസിനെ കുറിച്ച് പറയാൻ പുള്ളിയുടെ തഗ് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷമാണ് അതിൽ കിടുക്കാച്ചി പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചേക്കുന്നത്. എനിക്ക് കുഞ്ഞിരാമായണമാണ് ഏറ്റവും ഇഷ്ടം. ഭയങ്കര ഇന്റർവ്യൂസ് വെച്ചിട്ട് നമ്മളെല്ലാവരും എന്റർടൈൻ ചെയ്യുന്ന ഒരാളാണ്. ഫേവറേറ്റ് മൂവി എന്ന് പറയുന്നത് ഗൂഢാലോചന. അത് ഒരു പ്രത്യേകതരം ഒരു ക്രൈം ത്രില്ലർ എന്നൊക്കെ പറയാം. ധ്യാൻ ശ്രീനിവാസന്റെ കൂടുതൽ എനിക്ക് പടത്തിനെക്കാളും കൂടുതൽ ഇഷ്ടം പുള്ളിയുടെ ഇന്റർവ്യൂസ് ഒക്കെ വാച്ച് ചെയ്യാനാണ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഇപ്പം ഇറങ്ങുന്നില്ല, അതിന് നല്ല വെയിറ്റിംഗ് ആണ് അത് കാണാൻ വേണ്ടി. ധ്യാൻ ശ്രീനിവാസൻ ഇഷ്ടപ്പെട്ട പടം അടിയപ്പര കുട്ടമണിയാണ്. അതിനകത്ത് അജു വർഗീസ്, നീരജ് മാധവനെയൊക്കെ ആയിട്ടുള്ള പുള്ളിയുടെ കോംബോ ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് വരുമോ ഇല്ലയോ? ധ്യാൻ, what do you have to say? ഇപ്പൊ ഇത്രയും പേര് പറയുന്ന കേട്ടു. ബിക്കോസ് ധ്യാൻ എപ്പോഴും അങ്ങോട്ടാണല്ലോ ആൾക്കാരെ ഹാപ്പി. ഇതിപ്പോ 100 പേര് തെറി പറഞ്ഞിട്ട് 10 പേര് നല്ലത് മാത്രം എടുത്ത് ഫിൽട്ടർ ചെയ്യണ്ട. ഇല്ല, ആക്ച്വലി ഞങ്ങൾക്ക് ഇത് എടുക്കുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. യൂഷ്വലി നമ്മൾ ഒരാളെ കുറിച്ച് ചോദിക്കാൻ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാരുടെ ഒപ്പീനിയൻ കിട്ടാൻ. പക്ഷെ ധ്യാൻ്റെ തീരുന്നില്ല, എല്ലാവരും റെഡിയാണ്. ബിക്കോസ് ധ്യാനെ അറിയാത്തവരില്ല. പിന്നെ ഈ ഒപ്പീനിയൻ പറയുന്ന ആൾക്കാരുടെ മുഖത്തൊരു ചിരി ഉണ്ടല്ലോ. സി ദാറ്റ് ഇസ് ദർ ലവ് ഫോർ യു. ബിക്കോസ് ധ്യാൻ കേൾക്കുമ്പോൾ തന്നെ മുഖത്തൊരു ചിരിയാ വരുന്നത്. അപ്പോൾ ഓരോ ആക്ടേഴ്സ് അവർക്ക് നൽകുന്ന ഒരു ഇമോഷൻ എന്ന് പറയുമ്പോൾ ധ്യാൻ നൽകുന്ന ഇമോഷൻ ഇസ് കംഫർട്ട്, ഇസ് ഹാപ്പിനെസ്, ഇറ്റ്സ് ഹോപ്പ്. It's just I don't care, like let's just live life like your motto. എനിക്ക് ഇങ്ങനെ എടുത്തിട്ടൊരു കമന്റ് അയച്ചാ, അപ്പൊ എന്റെ സുഹൃത്ത് അയച്ചെന്നാ, ഇദ്ദേഹത്തിനെ കാണുമ്പോ ജീവിക്കാൻ തോന്നുന്നു ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ ആൾക്കാര് ലൈക്ക് എന്തൊരു ഇമോഷണൽ ആണല്ലേ, എന്തൊരു സെൻസിറ്റീവ് ആണ് ആൾക്കാർ, ഭയങ്കര ഫ്രജൈലാണല്ലേ മനുഷ്യന്മാരെന്ന്. ഞാൻ പെട്ടെന്ന് ആൾക്കാർക്ക് ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കുകയും, അപ്പൊ എന്താ പ്രശ്നം, ചെറിയ കാര്യങ്ങൾ ദേഷ്യം വരുന്നുള്ളത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടോളറൻസ് ലെവൽ. ചെറിയ കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചിരിക്കുകയും സന്തോഷിക്കുകയും, ചെറിയ കാര്യങ്ങൾ ആൾക്കാരെ തലക്കടിച്ച് കൊല്ലുകയും ചെയ്യുന്ന കാലം. I think Dhyan, which area are you in? ഏതാ ഇതിൽ ഏതാണ്, ഏത് ഭാഗത്തിൽ പെടും? ഞാൻ ഭയങ്കര ടോളറൻസ് ലെവൽ എത്രയുണ്ട്? ടോളറൻസ് ലെവൽ എനിക്കിപ്പോ എനിക്ക് ചില ആൾക്കാരുടെ നേച്ചർ ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില എന്താ പറയണ്ടേ, ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ ചിലവരുണ്ടല്ലോ. നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ, ഇറിറ്റേഷൻ ലെവൽ. ബാക്കി എല്ലാവർക്കും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടല്ലോ. നമ്മളൊരാളെയും ജഡ്ജ് ചെയ്യുന്നില്ല, നമ്മളൊരാളെയും ഇത് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യണില്ല. നമ്മളെല്ലാവരെയും വെൽക്കം ചെയ്യാണ്, ഒരാളെയും നമ്മൾ പിണക്കുന്നില്ല, ഒന്നുമില്ല. ചിലവർ മനഃപൂർവ്വം ഒരു സദസ്സ് അല്ലെങ്കിൽ ഒരു വേദി നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു ഹേറ്റ്രഡോ നെഗറ്റിവിറ്റി ഒന്നും കൊണ്ടുവരാൻ നിൽക്കുന്ന എന്തെങ്കിലും ഒരു, അതൊരു ചോദ്യത്തിലാവാം, അല്ലെങ്കിൽ ഒരു സംസാരത്തിലാവാം, ഒരു വാക്കിലാവാം. അങ്ങനത്തെ ആൾക്കാർ എനിക്ക് ഇഷ്ടമല്ല പൊതുവെ. എന്ന് വെച്ചാൽ എനിക്ക് അവരോട് പ്രശ്നമുണ്ടെന്ന് അത് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതും ചിലപ്പോൾ പലപ്പോഴും നമ്മൾ മീഡിയയിൽ കാണുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാരെ. അപ്പോൾ അത് ഞാൻ എടുത്ത് പറയുകയും ചെയ്യാറുണ്ട്. എന്തൊരു ചൊറിയായിരുന്നു അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റ്. ബട്ട് മേ ബി ദാറ്റ് ഗേൾ ബി നൈസ് ഗൈ, മേ ബി but he is doing that as his job. As his job. അപ്പോൾ ഞാൻ ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ചില സമയത്ത് മേ ബി even you lose it because you are also human sometimes and very rarely, അല്ലെങ്കിൽ അങ്ങനെ. സോ ധ്യാൻ, ഞാൻ ഇന്നൊരു കാര്യം വേണ്ടെന്ന് വെക്കുകയാണ്, റാപ്പിഡ് ഫയർ വേണ്ടെന്ന് വെക്കുക. ബിക്കോസ് ഞാൻ പ്രതീക്ഷിച്ച ഒരു ധ്യാൻ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലൈക്ക് you've given me a totally different side of you here, and I feel like let's end it like this, you know, on a very very beautiful note, because I like where we are today. പേളി വളരെ സീരിയസ് ആയിട്ട് വളരെ ഡീപ്പ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചത്. I was not expecting this as well from you. അതാണ് ഞാൻ ആക്ച്വലി ഇതൊന്നും പ്ലാൻ ചെയ്ത ക്വസ്റ്റ്യൻ അല്ല, ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻസേ അല്ല, ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടില്ല. മറ്റേ സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കാന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ഞാൻ. Because you were giving me very clear. Because the first thing you told me was you wanted deep answers എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനല്ലേ ഞാൻ ആക്ച്വലി ഭയങ്കര ഡീപ്പായി പോയി. Don't tell me. പേളിന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് യൂഷ്വൽ പേളിയുടെ ആ ഒരു സാധനമല്ല. പേളി എന്തോ എന്നിൽ നിന്ന് പറയൂ ഡോക്ടർ, ഡോക്ടർ പറയൂ, ഡോക്ടർ എങ്ങനെയാണ് ഡോക്ടർ നമ്മൾ എങ്ങനെയാണ് ചിരിപ്പി, ഇത് എങ്ങനെയായിപ്പോ എനിക്ക്.
ഞാനല്ലേ, ഞാൻ സ്വയം ഡോക്ടർ ആവുകയും ചെയ്തു. Yes, പുള്ളി. ഡോക്ടറോട് ചോദിക്കുക അതുപോലെ. ബട്ട് ഐ തിങ്ക് യു ആർ സോ മച്ച് ഓഫ് ധ്യാൻ ചെയ്യുന്ന കാര്യങ്ങള് പലരുടെ വിചാരം ജസ്റ്റ് ധ്യാൻ ഇങ്ങനെ ആണെന്നാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ഈസി ടു ബി ധ്യാൻ. ദാറ്റ്സ് വാട്ട് ദ എൻഡ് ഓഫ് ദിസ് കോൺവെർസേഷൻ. അത് തന്നെയാണ് എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനും. ഇമാജിൻ യുവർ മൂവി ഇസ് കമ്മിങ് ഔട്ട് ആൻഡ് യുനോ അത് എന്ത് ജോണർ ആയിരിക്കും ഇഫ് യു ഹാഡ് ടു ബ്രിങ് യുവർ ലൈഫ് സ്റ്റോറി ആസ് എ മൂവി? Imagine there is a biopic or something about you and somebody is acting. What would be the genre? What do you എന്തായിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിന്റെ genre? It's everything. Mix of everything. Mix of everything. Action, love. Action, love. Oh, that's the name of your movie. Yeah. Love, action, drama. There are a lot of drama. എൻ്റെ പ്രണയം ബന്ധങ്ങളൊക്കെ പറയുമ്പോൾ ബിക്കോസ് മൈ ഫസ്റ്റ് ഗേൾ ഫ്രണ്ട് വാസ് എ മുസ്ലിം. അവിടുന്ന് തൊട്ടിട്ടുള്ള ലോങ് ടേം റിലേഷൻഷിപ്പ്, ലോഡ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്, പ്രണയബന്ധങ്ങളെല്ലാം തന്നെ എല്ലാം വൻ വീഴ്ചകളാണ് എൻ്റെ ജീവിതം എന്ന് തന്നെ പറയുന്നത്. വൻ വീഴ്ച പറഞ്ഞാൽ പുള്ളി ചിന്തിക്കാൻ പറ്റാത്ത വീഴ്ചകൾ. അച്ഛനുമായിട്ടുള്ള ഞാൻ എനിക്ക് എത്രയോ സ്ഥലത്ത് അടി കിട്ടി, എനിക്ക് മുഖത്ത് അടി കിട്ടിയ അടികളുടെ ഒന്നും കണക്കില്ല. അത്രയും സ്ഥലത്ത് അടി കിട്ടിയിട്ടുണ്ട്, നാട്ടുകാരുടെ അടി കിട്ടിയിട്ടുണ്ട്, റോഡിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് നമുക്ക് ഇനി മുന്നോട്ട് നമുക്ക് എന്തും ഇനി ജീവിതത്തിൽ കിട്ടുന്ന എല്ലാം ബോണസാണ് പുള്ളി. ഈ സ്നേഹം, ഈ ഇഷ്ടം, ഈ ഇതൊക്കെ. അപ്പം ഞാൻ എത്രയോ കാലമായിട്ട് വിജയിച്ച് നിൽക്കുകയാണ്. ഇറ്റ്സ് ഓൾവേസ് എ വിൻ വിൻ സിറ്റുവേഷൻ. So all the best for Detective Ujjalan. May 23rd തിയേറ്റേഴ്സിൽ വരാൻ പോകുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനെ കുറിച്ച് എന്താണ് ഫൈനലി എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? ഒബ്വിയസ്ലി ധ്യാൻ ഒരു കാര്യം പറഞ്ഞാൽ അവർ ചെയ്യും. So you just tell them to go watch it in the movie theater. അത് They'll do it. അല്ല അതല്ല, this is a എന്താ പറയണ്ട, നമ്മുടെ സിനിമകൾ ഇതിന് മുന്നേ വന്ന സിനിമകളിലും കമ്പയർ ലൈക്ക് ഇഫ് യു കമ്പയർ അല്ലെങ്കിൽ ഇഫ് യു ആസ്ക് മീ ലൈക്ക് ഇതിനേക്കാളും വന്ന സിനിമകളെക്കാളൊക്കെ it's much better. It will definitely give you a theater experience. Yeah. And from a banner like Weekend, ഒരു minimum guarantee ഉള്ള സിനിമയാണ്. I'm sure it will do well. I hope it does well. Okay. So all the very best, Dhyan. We have a hammer for you once. So this is a hamper from our show. ഈ പേരൊന്ന് വായിച്ചു നോക്കൂ, അവിടെ പുറത്ത് നോക്കൂ, ഈ പെൻഗ്വിൻ. And one more gift, MyG Presents, My Parfന്റെ ഒരു പെർഫ്യൂം ആണ്. So I hope you like it. So എന്തായാലും thank you so much Dhyan. അപ്പോൾ ഇനിയും ഇതുപോലെ ധ്യാന്റെ എപ്പിസോഡ് ഭയങ്കര ഗ്യാൻ ഉള്ള ഒരു എപ്പിസോഡായിട്ട് മാറിയിരിക്കുകയാണ്. Thank you so much for being here. A big round of applause and thank you guys. Bye. This video is powered by MyG Future. Experience the next. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 ba, Pearly Money Show. Oh oh, believe in yourself. Do it. Love yourself the way you are. Love the world the way